നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ വന്ദിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് ഞങ്ങൾ സ്തുതി കരയറ്റുന്നു, സ്തോത്രം കരയറ്റുന്നു. Kindly forgive us, Lord, for all that you have waited for us. We feel so sad to make you wait in our midst. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾ താമസിച്ചു പോയതിൽ ഞങ്ങൾ ക്ഷമിക്കുമാറാകണമേ. Continue to teach us and make us understand what you kept in store for us. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. Jesus' name we pray. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. Amen. I think we have 32 people in this. ഏകദേശം 32 പേരാണ് നമ്മൾ ഇവിടെ ഉള്ളത്. It is excellent. അത് നല്ല ഒരു കാര്യമാണ്. Not big crowd and not very small crowd, medium crowd. അത് വലിയ കൂട്ടമല്ല, തീരെ ചെറിയ കൂട്ടമല്ല, ഒരു മീഡിയം കൂട്ടത്തിന്റെ മധ്യത്തിൽ നമ്മളായിരിക്കും. Do you remember to how many people, the minimum people Jesus spoke to? യേശു കർത്താവ് ഏറ്റവും കുറഞ്ഞ എത്ര ആളുകളോടാണ് സംസാരിച്ചതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ലേ? ഏറ്റവും കുറച്ച്. The minimum people to whom the Lord Jesus Christ preached and spoke. യേശു കർത്താവ് ഏറ്റവും കുറഞ്ഞത് വ്യക്തിപരമായിട്ട് എത്ര പേരോട് സംസാരിച്ചു? He was a man of crowds. Countless crowd used to go along with him. എണ്ണമറ്റ ആളുകൾ അവനോടുകൂടെ പോയിട്ടുണ്ട്. But he was even confined to preach and to teach small group of people. വളരെ ചുരുക്കിയ ആളുകളോടും അവൻ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. But do you remember what was the smallest group that he preached to? അവൻ സംസാരിച്ച ഏറ്റവും ചെറിയ കൂട്ടം, ഏറ്റവും കുറഞ്ഞത് ഒരു കൂട്ടത്തോട് അവൻ സംസാരിച്ചു. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിച്ച ആളോടാണ്? Yes. സമറിത്തൻ. Excellent. അത് ശരിയാണ്. Only one person. ഒരൊറ്റ വ്യക്തിയോട് കൂടുതൽ സമയം സംസാരിച്ച. Nobody was with him. അവന്റെ കൂടെ വേറെ ആരും ഉണ്ടായില്ല. All the disciples have gone. എല്ലാ ശിഷ്യന്മാരും പോയി. Only he and the Samaritan woman. സമറിയക്കാരി സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചപ്പോൾ The Lord spoke to her. കർത്താവ് അവളോട് സംസാരിച്ചു. The Lord taught her. കർത്താവ് സംസാരിച്ചു. The Lord made her. കർത്താവ് അവളെ The first evangelist. The first evangelist. ഒന്നാമത്തെ സുവിശേഷകയായി. Who brought the entire village to him. മുഴുവൻ ഗ്രാമത്തെ സുവിശേഷീകരിക്കുവാൻ ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. So many of you have come. നിങ്ങൾ എത്ര പേര് കടന്നു വന്നിട്ടുണ്ട്? You have come to many more meetings like this. ഇതുപോലെ അനേക യോഗങ്ങളിൽ നിങ്ങൾ കടന്നു പോയിട്ടുമുണ്ട്. But make a full stop. This is a different meeting. എന്നാൽ ഇത് ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനാ കൂട്ടമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Different meeting on the different page of your life. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതു പേജ് തുറക്കുന്ന ഒരു ദിവസമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. That's what the Spirit of God told me. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, no more coming to the meetings as usual. സാധാരണ രീതിയിൽ യോഗത്തിന് പോകുന്നത് പോലെ ആയിരിക്കരുത് നമ്മുടെ വരവ്. I have heard people telling me, ആളുകൾ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, sir, I want to go to the church. സാർ, എനിക്ക് ആ സഭയിൽ പോയാൽ കൊള്ളാം. If I don't go to the church, I feel like losing many things in my life. അവിടെ പോകാൻ പറ്റാതിരുന്നാൽ എന്തോ നഷ്ടപ്പെട്ട പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. If I തോന്നുന്നത്. go to the church, I will be very comfortable. അവിടെ ചെന്നിരുന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. I asked him, what comfort you get? എനിക്ക് അവിടെ ചെന്നാൽ എന്ത് സന്തോഷമാണുള്ളത്? അയ്യോ സാറേ, എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ. അങ്ങനെ പോയ സമയത്ത് നന്നായി ഉറങ്ങി. ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ ആ യോഗങ്ങളിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഞാൻ ചർച്ചയ്ക്ക് പോകുന്നു. അതിനുവേണ്ടി ഞാൻ സഭയിൽ പോകുന്നു. എനിക്കിപ്പോ കുറച്ച് മലയാളം മനസ്സിലാവും. ഈ പുള്ളി കച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. I have learned from Kuriakos. കുര്യാക്കോസിനാണ് മലയാളം. There are a lot of people. Many a times the devil and the Satan tells the Christian, hey, what are you doing? It's a time, go to church, go to church. പലപ്പോഴും പിശാച് പറയും, നീ എന്താ ചെയ്യണത്? നീ സഭയായി പള്ളിയിൽ പോകും, ആരാധനയ്ക്ക് പോകും എന്ന് പലപ്പോഴും പിശാച് പറയും. You know why? എന്തുകൊണ്ട്? You come here and happy. ഇവിടെ കടന്നു വന്ന് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. Nothing will go to your ears. ആ ചെവിയിലേക്ക് ഒന്നും കയറി പോകയില്ല. Even if you are awake and your mind will be going around some other scene and some other place. നിങ്ങൾ ഉണർന്നിരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും ചുറ്റി തിരിയുകയായി. You will never allow the word of God
God to penetrate into your heart. ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് കടന്നു വരാതിരിക്കത്തക്കൊണ്ടും സാത്താൻ തടയുന്നുണ്ടായിരുന്നു. But I pray that every one of you will be, oh, you are in the first floor. നിങ്ങൾ ഒന്നാം നിലയിലാണല്ലോ ഇവിടെ. Oh no, nobody sitting near the window. ഇപ്പോൾ ജനാലയെ അടുത്ത് ആരും ഇരിക്കുന്നില്ല, അപകടം പറ്റാൻ സാധ്യതയില്ല. What had happened during the time of Paul? പൗലോസിന്റെ സമയത്ത് That was the last meeting in the Paul. പൗലോസിന്റെ അവസാനത്തെ യോഗങ്ങളിൽ അവർ സംസാരിച്ചു, ലേഖനങ്ങളിൽ സംസാരിച്ചു. He is taking farewell to the church, and you will not see my face. സഭയോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാം. There was a man sitting on the window and listening the voice of God. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് പൗലോസിനെ ശ്രദ്ധിച്ചുകൊണ്ട് ജനാലയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. It's the middle of the night. അർദ്ധരാത്രി വരെ. When they started the meeting, I do not know. എപ്പോഴാണ് ആരംഭിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. When they finished, I do not know. എപ്പോൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. But Paul continued to speak. പൗലോസ് തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരുന്നു. By the way, എന്നാൽ my minimum time is 6 hours. ഞാൻ 6 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറാണ് എന്റെ മിനിമം സമയം. Maximum 3 days continuous. കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ 3 ദിവസമൊക്കെ ചിലപ്പോൾ ആയിരിക്കും. Because my father has done it. അതെ, എന്റെ പിതാവ് അത് ചെയ്തിട്ടുണ്ട്. And so he taught me also, you continue if you want to do 3 days, if people are willing to stay with you. ആളുകൾ നിന്റെ കൂടെ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 3 ദിവസം വരെ ഞാൻ ചെയ്തതുപോലെ നീ ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. So we will finish our meeting 6:30 in the evening. നമ്മുടെ യോഗം 6:30 വൈകുന്നേരം 6:30 അവസാനിപ്പിച്ചാൽ മതിയില്ലേ? The word of God is so precious. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഏത് വാളിനേക്കാളും and continue to hear the word of God for 3 days and 3 nights. This was the first meeting, continued up to 3 days. അതെ, ഒരു മീറ്റിംഗില് 3 ദിവസം രാവും പകലും ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാനും തക്കോളം ഇടയായി ഓർക്കുന്നുണ്ട്. Jesus said to the disciples, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, I don't want to send these people empty stomach. On the way they will get fainted. അത് ഈ ജനത്തെ വെറും കൈയോടെ വെറും വയറോട് പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സില്ല. അവർ പക്ഷെ വഴിയിൽ നടന്നു പോകും. Because they stayed with me 3 days and 3 nights. അവര് 3 രാത്രിയും 3 പകലും എന്നോട് കൂടി ആയിരുന്നു. See the concern and care of our Lord Jesus. നമ്മുടെ കർത്താവിന്റെ കരുതലും സ്നേഹവും നമ്മൾ എത്രമാത്രം ഓർക്കുക. Do you know that he has got a concern and care for each one of you? നമ്മളിൽ ഓരോരുത്തരെ കുറിച്ചും അവൻ അതുപോലെയുള്ള കരുതലും കാവലും ഉണ്ട്. You have sung a song, he has drawn you and me on his palm. അതെ, നാം പാടിയല്ലോ, അവൻ തന്റെ കൈവെള്ളയിൽ നമ്മെ വരച്ചിരിക്കുന്നു. Every time when he looks at the palm, he looks at you and me in the palm. അതെ, ഓരോ പ്രാവശ്യവും കൈവെള്ളയിൽ അവന്റെ ശ്രദ്ധ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. Such is our God and such is our Lord Jesus. നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവരാണ്, നമ്മുടെ ദൈവം അപ്രകാരമുള്ളവരാണ്. Pastor told me, share your testimony. പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളുടെ സാക്ഷ്യം ഒന്ന് പ്രസ്താവിക്കുന്നു. How many of you have passports? Raise your hands. നിങ്ങൾക്ക് എത്ര പേർക്ക് പാസ്പോർട്ട് ഉണ്ട്? അങ്ങനെയല്ല, please put down. How many of you don't have passport? Raise your hand. പാസ്പോർട്ട് ഇല്ലാത്തവർ എത്ര പേരുണ്ട്? Okay. If somebody asks you to come to America, how will you go without passport? അമേരിക്കയിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് ഒരു ക്ഷണം കിട്ടിയാൽ എങ്ങനെ അവിടെ ചെന്ന് ചേരും? അങ്ങനെയൊന്നും പോകുന്നില്ല. അങ്ങനെയൊന്നും പോകുന്നില്ല. If you decide like that, you'll be here only. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും. Anybody wants to go out of the country, out of our India to any country, even to Sri Lanka, you have to have a passport. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ, അല്ല അടുത്തുള്ള ശ്രീലങ്കയിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് പാസ്പോർട്ട് ആവശ്യമാണ്. Forget about going out of the country. വിദേശത്ത് പോകുന്ന കാര്യം വിടൂ. Even if you go to Nepal, you have to have a passport. നേപ്പാളിൽ വരെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണമല്ലോ. That is within India. അത് ഇന്ത്യയുടെ ഒരു ഭാഗമെന്ന പോലെയാണ്. Border is different. Border is different. Different border. അത് അതിർത്തികൾക്ക് മാറ്റമുണ്ടെന്നേ ഉള്ളൂ. But all of us wanted to go to heaven. നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ താല്പര്യമുണ്ട്. That is also different country. അതൊരു വേറൊരു രാജ്യമാണ്. You must have passport. നിങ്ങൾക്ക് അതിന് വേണ്ട പാസ്പോർട്ട് ഉണ്ടായിരിക്കും. Without passport you can never go to heaven. അതെ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന്റെ പാസ്പോർട്ട് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. That's why we are trained to have passport here in this country. അതുകൊണ്ട് ഇവിടെ ഈ രാജ്യത്തായിരിക്കുമ്പോൾ തന്നെ
സ്വർഗത്തിലേക്ക് പോകേണ്ട പാസ്പോർട്ട് കരസ്ഥമാക്കേണ്ടത്. To have a passport, it's our birthright. അത് നമ്മുടെ ഒരു ജന്മാവകാശമാണ്. We must have passport. നമുക്ക് പാസ്പോർട്ട് ഉണ്ടായേ തീരൂ. I don't know why you don't have passport. Some of you raise your hand. നിങ്ങൾ ചില ആളുകൾ കരം ഉയർത്തിയല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ട് വാങ്ങിക്കുന്നില്ല? വാങ്ങിക്കണം. Because you have already decided why go out of this country. In this country enough of problem. Go outside the country, more problem. ഇവിടെ ഈ രാജ്യം എന്തിനാ ഈ പാസ്പോർട്ട്? ഈ രാജ്യത്ത് വേണ്ടത്ര പ്രശ്നങ്ങളുണ്ട്. ഇനി പ്രശ്നം ഉണ്ടാക്കി അടുത്ത ഒരു രാജ്യത്തേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? No. അങ്ങനെയല്ല. You have Aadhaar card? ആധാർ കാർഡ് ഉണ്ടോ നിങ്ങൾക്ക്? Raise your hand those who don't have Aadhaar card. ആധാർ കാർഡ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കരം ഉയർത്താൻ പറ്റുമോ? എല്ലാവരും. The best people. എല്ലാം നല്ല ആളുകൾ. Because that is your right of a citizen in this country. ഈ രാജ്യത്തിന് ഒരു പൗരൻ എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളമാണ് ആധാർ കാർഡ്. The next one is passport. അടുത്തത് പാസ്പോർട്ടാണ്. Whether you go outside or not, you must have a passport. നിങ്ങൾ വെളിയിൽ പോയാലും ഇല്ലെങ്കിലും പാസ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. That is another identity for you in this country. ഈ രാജ്യത്തുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ഒരു ഐഡന്റിറ്റിയാണ്. But going to heaven, സ്വർഗത്തിൽ പോകുവാൻ everyone must have a passport. എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ടായേ തീരും. John's Gospel chapter 3. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5th verse. 5-ാം വാക്യം. Somebody read. ആർക്കെങ്കിലും അത് വായിക്കാമല്ലോ? യോഹന്നാൻ John's Gospel chapter 3 verse 5. 3:5. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. Amen. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. One more, dear sister. സിസ്റ്റർ സഹോദരന്മാർ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. അതിന് യേശു ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. This is the passport. ഇതാണ് പാസ്പോർട്ട്. This is the passport. ഇത് ദൈവം Without passport you cannot enter into the kingdom of God. It's their rule. അതെ, പാസ്പോർട്ട് ഇല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Testimony is the passport. നമ്മുടെ സാക്ഷ്യം അത് You must be born again. നിങ്ങൾ വീണ്ടും ജനിക്കണം. You are not born again, forget about going to heaven. നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ പോകാനും ചിന്തിക്കുകയേ വേണ്ട. This is the passport. ഇതാണ് പാസ്പോർട്ട്. So can you go to heaven with the passport? നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പാസ്പോർട്ട് ഇല്ലാതെ സാധിക്കുമോ? I have a passport, I am going to heaven. എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, ഞാൻ സ്വർഗത്തിൽ പോവുകയാണ്. No. നടക്കൂല. You must get visa. നിങ്ങൾക്ക് വിസയും വേണം. How can you go to England? How can you go to America? How can you go to Africa without visa? വിസ ഇല്ലാതെ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ എങ്ങനെ പോകാൻ സാധിക്കും? Whichever country you are going, you must get the visa from that country. നിങ്ങൾ എവിടെ പോയാലും ആ രാജ്യത്തിന്റെ വിസ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. They must give you permission. Okay, you come. നിങ്ങൾ വരിക എന്നുള്ള വിസ നമുക്ക് അവിടെ നിന്ന് കിട്ടണം. So you got the visa, you got the passport, you got the visa. നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടി, വിസയും കിട്ടി. Next one, what you should have? പിന്നീട് എന്താ നിങ്ങൾക്ക് വേണ്ടത്? What you should have next? Ticket. പിന്നീട് ടിക്കറ്റ് ആവശ്യമുണ്ട്. You must buy the ticket. ടിക്കറ്റ് മേടിക്കണം. No, you have passport. പാസ്പോർട്ട് ഉണ്ട്. You have visa. വിസ കിട്ടി കഴിഞ്ഞു. Now you have a ticket. ഇപ്പൊ ടിക്കറ്റ് കിട്ടി. You can go straight to the plane. നേരെ പ്ലെയിനിലേക്ക് ചെന്ന് കയറാൻ പറ്റുമോ? No. സെക്യൂരിറ്റി ചെക്കപ്പ്. You have to go through immigration. ഇമിഗ്രേഷനിൽ കൂടെ കടന്നു. Immigration check. ഇമിഗ്രേഷൻ ചെക്കപ്പ് ഉണ്ട്. Luggage check. പരിശോധനകളുണ്ട്. Then you go to security check. സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. There are checks are there. ഒരുപാട് ചെക്കുകളുണ്ട്. When you go to ticket is okay, then luggage is gone. Now you go to immigration. ടിക്കറ്റ് കിട്ടിയെങ്കിൽ പിന്നീട് നിനക്ക് ഇമിഗ്രേഷനിൽ കൂടെ കടന്നു പോകണം. Immigration what they say, where is your Aadhaar card? നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയാണ്? പരിശോധിച്ചത്. They check. എല്ലാം പരിശോധിച്ചു നോക്കും. Put the computer. കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കും. See the entire, your എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും. all the history. എല്ലാ വിവരങ്ങളും. And they found something. അവിടെ അവരെന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിക്കുകയാണ്. 2 cases are pending in the police station. You can go. 2 കേസ് പോലീസ് സ്റ്റേഷനിൽ പെൻഡിങ് ഉണ്ട്. പോകാം. You can go. നീ നിനക്ക് മുമ്പോട്ട് പാടില്ല. No, we cannot send you. നിന്നെ അയക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. Sir, I have a passport. Sir, I have a passport. സാറേ, എനിക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ. I have visa. എനിക്ക് വിസ ഉണ്ടല്ലോ. I have ticket. ടിക്കറ്റും ഉണ്ടല്ലോ. What is your problem? നിങ്ങൾ എന്തായി പറയുന്നത്? The problem is not with me, but problem is with you. പ്രോബ്ലം എനിക്കല്ല, നിനക്കാ പ്രശ്നം. Hello. Have you any time thought about it?
നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Any time thought about it? ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? I have born again experience. I have a passport. ഞാൻ എനിക്ക് വീണ്ടും ജനത്തിന്റെ അനുഭവമുണ്ട്, പാസ്പോർട്ടുണ്ട്. My Lord Jesus said, I'm going to prepare a place for you. എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ്. Prepare a place for you. I will come and take you. അവിടെ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് നിന്നെ ചേർത്തുകൊള്ളും. Visa ready. He said, I will come and take you. ഞാൻ വന്ന് കൊണ്ടുപോകാം. വിസ റെഡിയാണ്. Ticket also ready. ടിക്കറ്റും റെഡി ആയിട്ട്. What is ticket? ടിക്കറ്റ് എന്താണ്? I'm born again. ഞാൻ വീണ്ടും ജനിച്ചവരാണ്. Baptized in the water. വെള്ളത്തിൽ Baptized in the Spirit. ഹോളി സ്പിരിറ്റിൽ സ്നാനം. I am doing the ministry. കർത്താവിന്റെ വേല ചെയ്യുന്നു. And I am a wonderful person in the family. കുടുംബത്തിലെ ഞാൻ ഒരു നല്ല വ്യക്തിയാണ്. Ask my wife. എന്റെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ. Ask my children. കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കൂ. They will give witness. അവർ സാക്ഷ്യം പറയും. All is okay. എല്ലാം ശരിയാണ്. But clearance certificate says you have pending case. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ പെൻഡിങ് കേസുകൾ. Clearance certificate is not there. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. Where is clearance certificate? എവിടെയാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്? Open up Hebrews എബ്രായ ലേഖനം chapter 12 12-ാം അധ്യായം verse 14. 14-ാം വാക്യം. എബ്രായ 12-ാം അധ്യായം 14-ാം വാക്യം. Mama, വാസിക്കട്ടെ. ആരെങ്കിലും വായിക്കാം. Praise the Lord. Thank you, Jesus. എല്ലാവരോടും സമാധാനം ആചരിച്ചു ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ These are cancelled. ക്യാൻസൽ ആയി. Everything cancelled. എല്ലാം ക്യാൻസൽ ആയി. Because clearance certificate is ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. Follow peace with all men. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കും. Yeah. Then only you will be able to see Jesus. അപ്പോഴാണ് യേശുവിന്റെ മുഖം കാണുവാൻ നിങ്ങൾ കഴിയുന്നത്. Why we are planning to go to heaven? എന്തിനാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? To have a tourism. അവിടെ ഒരു ടൂറിസം കാര്യത്തിനാണോ? We want to see the Mercury River. അവിടെ മെർക്കുറി റിവറൊക്കെ കാണാൻ, പളുക്ക് കടലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ? One tree yielding 12 kinds of fruits. 12 തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ കാണാനാണോ? I want to see angel. എനിക്ക് ദൂതന്മാരെ കണ്ടാൽ കൊള്ളാമെന്ന്. I want to see Abraham. അബ്രഹാമിനെ കാണണമെന്നുണ്ട്. I want to see Enoch. ഹാനോക്കിനെ കാണാൻ. I want to see Elijah. എലീയയെ കാണണം. All right, okay. എല്ലാം നല്ല കാര്യമാണ്. But we cannot see Jesus. യേശുവിനെ കാണാൻ കഴിയില്ല. Because clearance certificate is not. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് The സ്വർഗ്ഗത്തിൽ പോകാൻ. clearance certificate is very, very important. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വളരെ വളരെ സുപ്രധാനമാണ്. I had a friend. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. Very close friend. വളരെ അടുത്ത We സുഹൃത്ത്. are more than brothers. ഞങ്ങൾ സഹോദരന്മാരെ പോലെ തന്നെ We കരുതലുള്ളവരായിരുന്നു. will sleep in one bed. ഒരേ ബെഡിൽ കിടന്നു. We will eat in one plate. ഒരു പ്ലേറ്റിൽ ഭക്ഷണം We കഴിയും. will continue to go together like Peter and John. പത്രോസ് യോഹന്നാനെ പോലെ ഒരുമിച്ച് യാത്ര ചെയ്തു. Preach the gospel everywhere 40 years. 40 വർഷക്കാലം ഓരോ സ്ഥലങ്ങളിൽ കടന്നുപോയി ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷ വേല ചെയ്തു. He was in America. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. I was in India. ഞാൻ ഇന്ത്യയിലായിരുന്നു. So he used to write to me, I used to write to him. അദ്ദേഹം എനിക്ക് എഴുതും, ഞാൻ അദ്ദേഹത്തിന് എഴുതും. We loved each other so much. ഞങ്ങൾ അത്യധികം പരസ്പരം സ്നേഹിച്ചിരുന്നു. To tell you literally, this is true. ഇത് ഒരു സത്യമായ വസ്തുതയാണ് ഞാൻ പറയുന്നത്. The Lord brought both of us on his lap. ആ കർത്താവ് ഞങ്ങളെ തന്റെ മടിയിൽ കാത്തു സൂക്ഷിച്ചു. I was sitting in one lap and he was sitting in another lap. അവൻ ഒരു കർത്താവിന്റെ ഒരു മടിയിൽ ഇരിക്കുമ്പോൾ ഞാനും അതുപോലെ തന്നെ മറ്റു മടി ആ മടിയിൽ തന്നെയായിരിക്കുന്നു. We learned from him. ഞങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചവരാണ്. He taught us many secrets, hidden secrets in the word of God. ദൈവത്തിന്റെ വചനത്തിലെ അനേക മർമ്മകാര്യങ്ങൾ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. The Lord used us together. ഞങ്ങളെ കർത്താവ് ഒരുമിച്ച് പഠിപ്പിച്ചു, ഉപയോഗിച്ചു. We will go together. ഞങ്ങൾ ഒന്നിച്ചു പോകും. He will tell me, Moses, you go ahead first and preach the gospel. നീ പോയി സുവിശേഷം അറിയിക്കുമെന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പോകും. When I preach and sit down, you will continue the same thing. ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തുടർന്ന് പ്രസംഗിച്ചു. But in between us, there came a small matter of fight, spiritual. ആത്മീയമായി ഞങ്ങളുടെ മധ്യത്തിൽ ഒരു ചെറിയ സംഭവം, ഒരു മത്സരം ഉണ്ടായി. We got departed. ഞങ്ങൾ പരസ്പരം അകന്നു. Then we never used to talk to each other. ഞങ്ങൾ പരസ്പരം സംസാരിക്കാതെയായി. When he writes, I will never reply. അദ്ദേഹം എഴുതിയാൽ ഞാൻ മറുപടി കൊടുക്കാറില്ല. And he wrote a letter to me. അദ്ദേഹം എനിക്ക് ഒരു എഴുത്തെഴുതി. Moses, I am coming to India 2005. 2005 ഞാൻ ഇന്ത്യയിൽ വരുന്നുണ്ട് മോസസ്. If you wanted to come and see me, you can come and see me. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ കാണാവുന്നതാണ്. I threw
the letter. ആ എഴുത്തുകാരെ എടുത്ത് ദൂരെ കളഞ്ഞു. What you are coming? You are Lord Lapan or a big governor or a king? You are coming? I will come and see നീ you. ഗവർണറാണോ അല്ലെങ്കിൽ വലിയ പ്രസിഡന്റ് ആണോ, നിന്നെ കാണാൻ വരാത്തക്കവണ്ണം നീ അത്ര വലിയ ആളാണോ എന്നൊക്കെയാണോ മനോഭാവം. Up from my side. അത് ഞാൻ തള്ളിക്കളഞ്ഞു. Then I put up the thing and said, what Lord? This fellow is coming. I should go and see him. And he is like a big Dora. അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹം വലിയ സായിപ്പാണോ ഭർത്താവ്, ഞാൻ അവനെ പോയി കാണാൻ വലിയ ആളാണോ? I will never go. ഞാൻ പോകുന്നില്ല. Then in the morning I am reading the word of God. ഞാൻ അപ്പോൾ രാവിലെ വേദപുസ്തകം വായിക്കുകയാണ്. Listen one thing. ഒരു കാര്യം ശ്രദ്ധിക്കണം. The Lord taught me. കർത്താവ് എന്നോട് പറഞ്ഞു, Don't read here and there. അവിടെ ഇവിടെ വായിക്കണ്ട. Start from Genesis. ഉൽപ്പത്തി മുതൽ വായിക്കാം. Go up to Revelation. വെളിപ്പാട് വരെ വായിക്കും. Then come back to Genesis. പിന്നെ ഉൽപ്പത്തിയിലേക്ക് Read like this. എങ്ങനെ വായിക്കും? Don't read here and there. അവിടെ ഇവിടെ വായിച്ചുകൊണ്ട് കാര്യമില്ല. So I finished. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി, ആരംഭിച്ചു, അവസാനിപ്പിച്ചു. I finished reading Hebrews chapter 12. എബ്രായ ലേഖനം 12-ാം അധ്യായം ഞാൻ വായിച്ചു തീർത്തു. So I must read Hebrews chapter 13. പിന്നീട് ഞാൻ വായിക്കേണ്ടത് 13-ാം അധ്യായമാണ്. Then I told the Lord, Lord, you please speak to me. Let me hear your voice. കർത്താവേ, അവിടുന്ന് എന്നോട് നേരിട്ട് സംസാരിക്കണം, എനിക്ക് അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ താല്പര്യമുണ്ട്. I opened the 13th chapter. 13-ാം അധ്യായം ഞാൻ തുറന്നു. Read the first verse. ഒന്നാമത്തെ വാക്യം Let വായിച്ചു. love of the brethren continue. Praise the Lord. Read in Malayalam. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അയ്യോ ദൈവമേ, നീ എന്താണ്? ഇതെന്താണ് കർത്താവേ? Myself and my brother, we departed together because we hate each other. ഞാൻ സഹോദരനുമായിട്ട് പരസ്പരം ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ പരസ്പരം വെറുത്തുകൊണ്ടിരിക്കുകയാണ്. From where these verses come? ഈ വാക്യം എവിടെ നിന്നാണ് വന്നത്? So I read the 12th chapter, the last verse. 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം കൂടെ വായിച്ചു. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. For our God is a consuming fire. ആമേൻ. There is no connection between that verse and this verse. ആ വാക്യവും ഈ വാക്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൻ ഭക്ഷിക്കുന്ന അഗ്നിയാണോ? അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണോ? Where is the connection with the brotherly love continue? എന്താണ് അത് തമ്മിലുള്ള ബന്ധം? Read the second verse and 13th chapter. 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കൂ. അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. There is no connection. അവിടെ ഒരു ബന്ധം കാണുന്നില്ലല്ലോ. They asked the Lord, why did you put this verse here? കർത്താവേ, അവിടുന്ന് ഈ വാക്യം എന്തിനാണ് ഇവിടെ Because it's വെച്ചത്? breaking my heart. അതെന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നു. Let the brothers love continue. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. Whose brother? ഏത് സഹോദരൻ? Which brother? ഏത് സഹോദരനാണ്? What love? എന്ത് സ്നേഹമാണ്? The Spirit of the Lord said, your brother in America, Samson, let the brotherly love continue. അതെ, നിന്റെ സഹോദരൻ അമേരിക്കയിലുള്ള സാംസനുമായിട്ടുള്ള സ്നേഹബന്ധം പുലരട്ടെ. What did I pray in the morning? Lord, speak to me. Let me hear your voice. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, ഞാൻ അവിടുത്തെ ശബ്ദം കേൾക്കണമേ എന്നാണ് രാവിലെ പ്രാർത്ഥിച്ചത്. അതിന്റെ മറുപടിയാണ് ഇവിടെ The കിട്ടിയത്. Lord spoke. കർത്താവ് സംസാരിച്ചു, I must obey. ഞാൻ അനുസരിക്കണം. I decided, okay, Lord, I will go. കർത്താവേ, ഞാൻ പോയിക്കോളാം, ഞാൻ ദൈവത്തെ ചെന്ന് കണ്ടോളാം. I came to Coimbatore. The Sahib was sitting there. ഞാൻ കോയമ്പത്തൂർ വന്നു, അമേരിക്കയിൽ വന്ന് സായിപ്പ് അവിടെ ഇരിപ്പുണ്ട്. Sahib means my own brother. എന്റെ സ്നേഹിതനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. He was sitting there. അദ്ദേഹം അവിടെയുണ്ട്. I said, Samson, how are you? ഞാൻ പറഞ്ഞു, സാംസൺ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? Not looking at him. ഞാൻ അദ്ദേഹത്തെ നോക്കാതെ പറഞ്ഞു, Samson, how are you? സാംസൺ നിനക്ക് എങ്ങനെയുണ്ട്? He said, all right, all right. ഓൺലൈൻ കുഴപ്പമില്ല, തോളിട്ടടക്കി. I have problems and I have case against you. എനിക്ക് നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ട്. Do you have any case against me? നിങ്ങൾക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധി പ്രശ്നമുണ്ടോ? He said, no, no. ഇല്ല, കുഴപ്പമൊന്നുമില്ല. I have case against you. എനിക്ക് നിനക്കെതിരായിട്ട് കേസുണ്ട്. He said, okay, it's okay. ഓക്കെ. Then I told him, then you pray for me. You said you don't have any case against me. നിനക്ക് എന്നോട് ഒരു വിരോധമില്ലാന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I have case against you. I cannot pray for you. എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധ്യമല്ല, എനിക്ക് നിനക്ക് കേസുണ്ട്. You pray for me. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. He started praying, beating around the bush. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ തൊടിയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, നീ വല്ലവനാണോ? കർത്താവേ, നീ വലിയവനാണ്. See, he is beating around, not coming to the point. ശരിയായ കാര്യത്തിലേക്ക് വരാതെ ചുറ്റുപാട് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I felt pity for him. എനിക്ക് അദ്ദേഹത്തോട് വളരെ കരുണ തോന്നി. I touched him and said, hey,
What are you praying? നീ എന്താണ് പ്രാർത്ഥിക്കുന്നത്? Because your heart is not right with God, not right with your brother. നിന്റെ ഹൃദയം ദൈവത്തോട് ശരിയല്ല, എന്നോടും നിന്റെ സഹോദരനോടും ശരിയല്ല. But I obey God and come and see you now. ഞാനിപ്പോ ദൈവത്തെ അനുസരിച്ച് നിന്നെ കാണാൻ വന്നിരിക്കുകയാണ്. Now I am sharing this. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? From that day onwards, ആ ദിവസം മുതൽ we have been knitted together again. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് തുന്നിച്ചേർക്കപ്പെട്ടു. We have been knitted together again. Strong. ഞങ്ങൾ വളരെ ശക്തമായ നിലയിൽ തുന്നിച്ചേർക്കപ്പെട്ടു. From 2005 to 2008, we had many meetings together. 2005 മുതൽ 2008 വരെ ഞങ്ങൾക്ക് ഒരേപോലെ ഒന്നിച്ച് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞു. Now why I say this? ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. If you want to go to heaven, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ you must have a passport. നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. You must be born again. നിങ്ങൾ വീണ്ടും ജനിക്കണം. You must have a visa. നിങ്ങൾക്ക് വിസ ലഭിക്കണം. But God should acknowledge you that you are His son and you accepted Him and your sins have been forgiven. You have been baptized in the water. You have been baptized in the Spirit. All this point will give you visa. നിനക്ക് വിസ ലഭിക്കുന്നതിന് കാരണമായി തീരുന്നത് നീ വീണ്ടും ജനിച്ചവനാണ്, നീ വെള്ളത്തിൽ സ്നാനമേറ്റവനാണ്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവനാണ്, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് വിസ ലഭിക്കുന്നത്. But with your character and with your style of living, you must get the ticket. നിന്റെ സ്വഭാവത്തിനനുസരിച്ചും നിന്റെ ജീവിത ശൈലി അനുസരിച്ചും നിനക്ക് ടിക്കറ്റ് കിട്ടണം. കിട്ടുന്നത് ആ രീതിയിലാണ്. No, you must buy the ticket by the righteousness of God. ദൈവത്തിന്റെ നീതി നിനക്ക് കൈവരുമ്പോഴാണ് ആ ടിക്കറ്റ് നിനക്ക് കരഗതമാകുന്നത്. So if you get the passport and the visa and the ticket, പാസ്പോർട്ടും വിസയും ടിക്കറ്റും കിട്ടിയെങ്കിൽ പോലും you must go to the checkpoint of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പരിശോധനയ്ക്ക് നിങ്ങൾ വിധേയനാകണം. Then you must have a clearance certificate. അപ്പോഴാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. Once God told me, my son, get right with your brother Samson. നിന്റെ സഹോദരൻ സാംസണുമായിട്ട് നീ നിരപ്പാകണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. You must set right with your things. അതെ, നീ അവനുമായിട്ട് പരസ്പരം ഒരു പുനരൈക്യം സാധ്യമാകണം. He spoke to me from the word of God. ദൈവവചനത്തിലൂടെയാണ് കർത്താവ് സംസാരിച്ചത്. Romans chapter 12 verse 18. റോമാലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം. Romans chapter 12 verse 18. 12-ാം അധ്യായം 18-ാം വാക്യം. മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. One more sister back. Reading. സഹോദരന്മാർ ആരെങ്കിലും വായിക്കാമോ? കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. അയ്യോ, എന്താ പ്രിയമായ വാക്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്യം. If it is possible, കഴിയുമെങ്കിൽ. I told the Lord it is not possible. കർത്താവേ, അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. He said if it is possible, follow peace with all men. കഴിയുമെങ്കിൽ സകല മനുഷ്യരോട് സമാധാനമായിരിക്കും. I will be in peace with everybody, not with Samson. ഞാൻ എല്ലാവരോടും സമാധാനമായിരിക്കും, സാംസനെ ഒഴിച്ച്. The co-laborer, they have many problems. അതെ, നമുക്ക് സഹോദരങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. As a warning, I am just sharing with you. ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ മുന്നറിയിപ്പായിട്ട് പറയുന്ന ഒരു കാര്യം. Who is Barnabas? ബർന്നബാസ് ആരായിരുന്നു? His original name is Joseph. Joseph. His original name. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് യോസ എന്നായിരുന്നു. But he is such a comforting fellow. They named him as Barnabas. He is a comforter. അത് അദ്ദേഹം അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നവരായിരുന്നുകൊണ്ട് ആശ്വാസപ്രദൻ എന്ന അർത്ഥത്തിൽ ബർന്നബാസ് എന്ന് വിളിക്കപ്പെട്ടു. He is the one who took Paul and introduced to the disciples. അവനാണ് പൗലോസിനെ ശിഷ്യന്മാരുടെ അടുക്ക പരിചയപ്പെടുത്തുന്നത്. He introduced Paul to Peter, James, John. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോട് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹമാണ്. He was a via media, a vessel God used for mightily. കർത്താവ് ശക്തമായി ഉപയോഗിച്ച ഒരു മാനപാത്രമായിരുന്നു. He was a prophet. ഒരു പ്രവാചകൻ. And he was one among the 7 people chosen to serve the food for the rest of the crowd. അതെ, കൂട്ടത്തിന് ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുക്കുന്ന ആ ശുശ്രൂഷയിൽ ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കാണുവാൻ കഴിയും. Both of them, they fought each other because of Mark and they departed each other. മർക്കോസിന്റെ കാര്യത്തില് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വേർപിരിയായിട്ടുണ്ട്. How many of you know what I am sharing with you? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? മനസ്സിലാകും അല്ലേ? They departed. അവർ പരസ്പരം വേർപിരിഞ്ഞു.
Did you hear anything about Barnabas? He has gone to that place. He has preached this. He has gone to that place. Did you hear anything about Barnabas? ഭർത്തമാസ അവിടെ പോയി ഇവിടെ പോയി അവിടെ ശ്രമിച്ചു ഇവിടെ ശ്രമിച്ചു എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തായി? എന്തുകൊണ്ട്? What had happened to him? എന്താ സംഭവിച്ചു? The bitterness. ആ കയ്പിന്റെ പേര്, Terrible bitterness. ആ വലിയ കയ്പ്. Open up from Hebrews chapter 12 verse 15. എബ്രായലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുന്നു. Amen. ആമേൻ. Somebody read that, sister. സിസ്റ്റർ സഹോദരന്മാർ ആരെങ്കിലും ഒരാൾ വായിക്കാമോ? ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളും. The bitterness is very, very bad. അതെ, കയ്പുള്ള മനോഭാവം വളരെ തെറ്റായ. Bitterness will spoil everything. നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ തകർത്തുകളയാൻ കഴിയുന്ന ഒന്നാണ് കയ്പുള്ള മനസ്സ്. Wonderful food preparation is all kept on the table. എല്ലാം ഭക്ഷണം പാകം ചെയ്ത് നന്നായിട്ട് മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. The bitter, essence, if you pour bitter essence, the entire food will be spoiled. ആ കയ്പുള്ള എന്തെങ്കിലും അതിലിട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണം മുഴുവനും നഷ്ടപ്പെട്ടു പോകാൻ. Very good friendship and very good fellowship. വളരെ നല്ല സ്നേഹബന്ധമുള്ള One വ്യക്തികൾ. small root of bitterness. കയ്പിന്റെ ഒരു വേരുണ്ടായാൽ And it will penetrate through the entire fellowship and fellowship will be spoiled. കൂട്ടായ്മയെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി തീരാൻ കഴിയും. Remember one thing. ഒരു കാര്യം ഓർക്കണം, God's word is warning to each one of us. നമ്മെ ഓരോരുത്തരോടും മുന്നറിയിപ്പ് വരുന്ന No ദൈവം. bitterness in the heart. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തോട് That സംസാരിക്കും. will spoil the entire situation and spoil the fellowship. ആ കൂട്ടായ്മയെ മുഴുവൻ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ഈ കയ്പുള്ള വേര് കൊണ്ട് സാധിക്കും. In spite of God speaking to me, follow peace with all men, I was not willing. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം എന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. My clearance certificate is ready today. എന്നാൽ ഇന്ന് ആ ദിവസം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. I have peace with everybody. എല്ലാവരോടും സമാധാനമുണ്ട്. Except the devil and the Satan. സാത്താനോടും പിശാചിനോടും അല്ലാതെ ബാക്കി എല്ലാവരോടും സമാധാനമായി. I have peace with everybody. എല്ലാവരോടും സമാധാനം. There is no enemy to me. എനിക്ക് ആരും ശത്രുക്കളില്ല. There are a lot of enemies were there for me. എനിക്ക് നേരത്തെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. Because of the gospel. സുവിശേഷ നിമിത്തം, Because of my witness. എന്റെ സാക്ഷ്യ നിമിത്തം. But God changed everybody. എല്ലാവരെയും കർത്താവ് മാറ്റി മറിച്ചു. My bitter enemy was my second boss in the department of orthopedics in CMC hospital. CMC ആശുപത്രിയിലെ എന്റെ ബോസ് ആയിരുന്നു. അവിടുത്തെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ എനിക്ക് എതിരായിരുന്നു. He was my enemy, only enemy. എന്റെ ശത്രുവായിരുന്നു. Because he never allowed me to speak to the patient about the gospel. സുവിശേഷം പറയുന്നത് അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നു. No, he used to say, Moses, don't do this. There is a different particular department, RWD, religious work department. Let them do that. You only treat the patient. നീ രോഗികളെ ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ളവർ വേറെ ചില ആളുകൾക്ക് ആശുപത്രി വിട്ടുകൊടുക്കുക, നീ ഈ സുവിശേഷം അവരോട് പറയേണ്ടത്. So he used to be after mine. പലപ്പോഴും എന്നെ അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. He wants to take me out of my department. എന്റെ ഡിപ്പാർട്ട്മെന്റ് മാറ്റിക്കളയാൻ അവൻ Many ആഗ്രഹിച്ചു. times he tried. പലപ്പോഴും അയാൾ ശ്രമിച്ചു. But I used to cry to the Lord. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. Lord, what am I to do? കർത്താവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, കർത്താവ് The ഞാൻ Lord എന്ത് ചെയ്യും? said, be patient. നീ ക്ഷമയോടിരിക്കാൻ കർത്താവ്. The Lord took me to Saudi. എന്നെ കർത്താവ് സൗദിയിലേക്ക് The കൊണ്ടുപോയി. Lord used me in Saudi. സൗദിയിൽ എന്നെ ശക്തമായി He ഉപയോഗിച്ചു. used me in many countries. അനേക രാജ്യങ്ങളിൽ എന്നെ And കൊണ്ടുപോയി. brought me back. ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുവന്നു. Doing only the ministry, never anything else in my life. എന്റെ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്നവർ മറ്റൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. But the second boss is in Coimbatore. എന്നാൽ ആ സെക്കൻഡ് ബോസ് ഇപ്പോൾ കോയമ്പത്തൂരാണ്. He is 94 years old. 94 വയസ്സുണ്ട്. So he phones me and tells me, Moses, please pray for me. അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്ത് പറയും, മോസസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. He is from a Syrian Orthodox church. അദ്ദേഹം ഒരു സിറിയൻ ഓർത്തഡോക്സ് ചർച്ചുകാരനാണ്. He is a member of that church. അവൻ ആ സഭയുടെ അംഗമാണ്. He only goes after the saints and the rest of the people. അതെ, പുണ്യാളന്മാരുടെയും മധ്യസ്ഥന്മാരുടെയും പിന്നാലെയാണ് അയാൾ പോകുന്നത്. But he asked me, even today morning also,
asked me, Moses, will you kindly pray for me? ഇന്ന് രാവിലെയും അദ്ദേഹം എന്നോട് ചോദിച്ചു, മോസസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? Now why I say this? ഞാൻ എന്തുകൊണ്ട് പറയുന്നു? The people who have been opposing you, they will come after you. നിങ്ങളെ എതിർക്കുന്ന ശത്രുക്കൾ നിങ്ങളുടെ പിന്നാലെ വരുവാനിടയായിരിക്കും. So these are the perks and the gifts God adds to your people's life who is pleasing to the God's Lord. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില പ്രത്യേക ആനുകൂല്യങ്ങളാണ്. So I put up with my brother Samson James. We started doing the ministry. Excellent, powerful ministry. അതുകൊണ്ട് എൻ്റെ സ്നേഹിതൻ അമേരിക്കയിൽ നിന്ന് വന്ന സ്നേഹിതൻ സാംസനുമായിട്ട് ഞാൻ നിരപ്പായി ഞങ്ങൾ വലിയ നല്ല ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരായി. Second example I want to give you. രണ്ടാമതൊരു ഉദാഹരണം. When Peter came and he had two kinds of dance, one with the Jews, another with the Gentiles. അതെ, പത്രോസിന് രണ്ട് മനോഭാവം ഉണ്ടായിരുന്നു. യഹൂദന്മാരോട് ഒരു ചായ്വ്, പിന്നെ വേറെ മാറി നിന്നുകൊണ്ട് വിജാതിയരോടും ഇടപെട്ടു പോകുന്നു. It's written in Galatians chapter 2. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. It's written in Galatians chapter 2. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. And he said, hey, yesterday you made a different dance, today you are doing the monkey dance. നീ ഇന്നലെ ഒരു രീതിയിൽ പെരുമാറി, ഇന്നിപ്പോ നീ വേറെ രീതിയിൽ പെരുമാറുകയാണ്. You are eating with Gentiles and you are following and having fellowship with the Gentiles. Now, when the people came from James, immediately you jumped the fence and you are with those people. നീ ഇന്നലെ വരെ ജാതികളോടുകൂടെ ഭക്ഷണം കഴിച്ചു പോന്നു, എന്നാൽ ഇപ്പോ യാക്കോബ് കടന്നു വന്നപ്പോൾ നിങ്ങൾ യഹൂദന്മാരോട് ചേർന്ന് നിൽക്കുന്നു, രണ്ടു തരത്തിൽ പെരുമാറുന്നു, ഇരുമുഖം കാണിക്കുന്നു. 2:14. Galatians 2:14. സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ. Paul rebukes Peter saying, hey, what are you doing now? പൗലോസ് വളരെ ശക്തമായിട്ട് പത്രോസിനെ ശാസിക്കുകയാണ്. By nature we are Jews. സ്വാഭാവികമായിട്ട് നമ്മൾ യഹൂദന്മാരാണ്. By sin we are sinners. പാപികൾ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും പാപികളാണ്. God doesn't have any discrimination. അവിടെ വേർതിരിവൊന്നുമില്ല. But listen, എന്നാൽ ശ്രദ്ധിക്കൂ, if you are continue to make this kind of drama, ഈ തരത്തിലുള്ള ഒരു അഭിനയമാണ് നീ കാഴ്ചവെക്കുന്നതെങ്കിൽ I will not spare you. ഞാൻ വെറുതെ വിടത്തില്ല. So Paul and Peter, they had a quarrel. പൗലോസിനും പത്രോസിനും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടായി. Alle, they had a fight. അവർക്ക് ഒരു വഴക്കുണ്ടായി. They were having bitterness in the heart. ഹൃദയത്തിൽ കയ്പുണ്ടായി. What had happened? എന്ത് സംഭവിച്ചു? Come with me to 2 Peter chapter 3. 2 പത്രോസ് 3-ാം അധ്യായം. Read the 15, 16, 12, 16, 12. 15-16 വാക്യങ്ങൾ. 2 Peter chapter 3. 3-ാം അധ്യായം. Verse 16. 16. ഞാൻ തക്കവണ്ണം ഇത് നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. Amen. Amen. One sister, please read. സഹോദരന്മാരെ, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. Praise God. praise God. So Paul, though he rebuked Peter, Peter says, our dear brother Paul, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് എന്ന് പറഞ്ഞിരിക്കുക, that bitterness, the root has been removed. കയ്പിന്റെ പേര് മാറ്റിക്കളോ. What had happened to Mark? മർക്കോസിന്റെ കാര്യത്തിൽ Come back to 2 Timothy. 2 തിമോഥെയോസ്. Come to 2 Timothy. Chapter. Sorry, is it 2 Timothy or 1 Timothy? I will just. And Paul says to Timothy, bring Timothy with you. He is profitable to the ministry. തിമോഥെയോസിനെ കൂട്ടിക്കൊണ്ടുവരിക, അവൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാകെ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ള, മാർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. Amen. മാർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറയുന്നു. That means
No bitterness against Mark. മർക്കോസിനോട് ഇപ്പോൾ കൈപ്പുള്ള മനോഭാവമല്ല. But Barnabas gone forever. എന്നാൽ ബർന്നബാസ് വിട്ടുപോയി. That's why I'm telling you. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. Among your brothers and among your servants together, don't carry bitterness in your heart. ഒരു കാരണവശാലും സഹോദരന്മാരുടെ മധ്യത്തിൽ കൈപ്പുള്ള വേര് ഉണ്ടാകുവാൻ ഇടയാകരുത്. Among no bitterness. ഒരിക്കലും സഹോദരങ്ങളുടെ മധ്യത്തിൽ പാടില്ല. I used to tell the couples in the family, husband and wife. കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാരോട് ഞാൻ പ്രബോധിപ്പിക്കാറുണ്ട്. How many of you have a fight with husbands? Raise your hand. Husband and wife, they have fight with each other. Raise your hand. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കും വക്കാണുള്ളവർ ആരെങ്കിലും ഉണ്ടോ? കൈ കൊടുത്താൻ പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? Ayyo, only 3 people. 3 ആള് മാത്രമേ ഉള്ളൂ. Only 4 people. 4 പേര്. Rest of you don't have any problem with your wife and your family. നിങ്ങളുടെ കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും അല്ലേ? There is something radically wrong with you. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായി എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നുണം പേരും നുണം പറയും. അല്ലെങ്കിൽ നുണം പറയായിരിക്കും. There will be problem. വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. The problem is very good problem. പ്രശ്നങ്ങൾ നല്ല പ്രശ്നങ്ങൾ തന്നെയാണ്. I used to tell, hey, why don't you fight with your husband, wife, both of you, why don't you fight? നിങ്ങൾക്ക് എന്തുകൊണ്ട് തമ്മിൽ യുദ്ധം ചെയ്തുകൂടാ എന്ന് ഞാൻ ചോദിക്കും. You don't understand the beautiful thing in the fight. ആ ഫൈറ്റിങ്ങിൽ ആ യുദ്ധത്തില് ഒരു മനോഹാരിതയുണ്ട്. How many of you peace? How many have peace? Raise your hand. Peace. നിങ്ങൾക്ക് എത്ര പേർക്ക് സമാധാനമുണ്ട്? Only few people. That's very good. കുറച്ച് ആളുകൾക്കുണ്ട്. Because you have a fight. After fight there will be peace. യുദ്ധമുണ്ട്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം സമാധാനമുണ്ട്. Those people who don't fight, they don't have peace. യുദ്ധം ചെയ്യാത്തവർക്ക് സമാധാനവും ഇല്ല. It is so small matter. അത് ചെറിയ കാര്യം. Now why I am saying this? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ among the believers, among the servants of God, വിശ്വാസികളുടെ മധ്യത്തിലും ദൈവദാസന്മാരുടെ മധ്യത്തിലും there should not be any bitterness. കയ്പൊന്നും ഉണ്ടാകരുത്. But among the husband and wife, ഭാര്യാഭർത്താക്കന്മാരുടെ മധ്യത്തിൽ always there will be fight. പരസ്പരം യുദ്ധം ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ട് ഇങ്ങനെ വെക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ വെച്ചു. നീ എന്തിനാണ് അങ്ങനെ വെച്ചത്? There is a misunderstanding. അപ്പോൾ തെറ്റിദ്ധാരണയോട് വഴക്കാറ്. I asked you hot water, but you are bringing cold water. ഞാൻ നിന്നോട് ചൂടുവെള്ളമല്ലേ ചോദിച്ചത്, നീ തണുത്ത വെള്ളം കൊണ്ടുവന്നു. There is a fight between. അപ്പോൾ അവരുടെ ഒരു യുദ്ധമുണ്ട്. This is not an ordinary thing. It is a, when you are going the cycle, the friction makes you move forward. അതെ, ആ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ആ പെഡൽ തിരിക്കുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. There must be friction in the family, otherwise you will not move forward. കുടുംബത്തിൽ തീർച്ചയായിട്ടും ഫ്രിക്ഷൻ ഉരച്ചിലുകൾ ഉണ്ടാകും. അതാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Now I recommend. ഞാൻ ഒരു കാര്യം ശുപാർശ ചെയ്യുന്നു. After you finish this meeting, ഈ യോഗം കഴിഞ്ഞതിന് ശേഷം go home. വീട്ടിൽ ചെല്ലുക. Fight with your wife. ഭാര്യയായിട്ട് വഴക്കൂടുക. ഭാര്യ ഭർത്താവിനോട് വഴക്കൂടുക. അയ്യോ ഈ വലിയ പ്രസംഗന്മാർ വന്ന അങ്ങനല്ല പറഞ്ഞു. സുവിശേഷകന്മാരും അപ്പൊ ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. So go and fight. അതുകൊണ്ട് യുദ്ധം ചെയ്യുക. I tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ. I had a fight with my God. എനിക്ക് ദൈവത്തോട് ഒരു ഫൈറ്റ് ഉണ്ടായി. It was 1974. 1974. I went for a meeting. ഞാൻ ഒരു മീറ്റിംഗിന് പോയി. I was praying. ഞാൻ പ്രാർത്ഥിച്ചു. Immediately the Spirit of God descended upon me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വന്നു. I burst into like a bombshell. ഒരു ബോംബ് പൊട്ടുന്ന പോലെ ഞാൻ ഞെട്ടിട്ട്. Then I started talking in tongues. അന്യഭാഷയിൽ സംസാരിച്ചു. Talking, I talked like a Chinese fellow. ഞാൻ അന്യഭാഷ സംസാരിച്ചു കഴിഞ്ഞ് അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ചൈനക്കാർ സംസാരിക്കുന്ന പോലെ ഈ തരത്തിൽ സംസാരിക്കാനിടയായി. I opened my eyes whether anybody seeing me. ആരെങ്കിലും എന്നെ കാണുമ്പോൾ നോക്കി. Then everybody was closing eyes and thanking God. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. And I saw the time. സമയം നോക്കി. It was 11:30 night. രാത്രി 11:30. I said, Lord, I have a case against you. കർത്താവേ, അങ്ങയോട് എനിക്കൊരു പരാതിയുണ്ട്. I don't want this talking in tongues. Please remove this. ഈ സാധനം എനിക്കൊന്ന് മാറ്റി തരണം. ഈ അന്യഭാഷ I don't understand. എനിക്ക് മനസ്സിലാവില്ല. Other people don't understand. മറ്റവർക്കും മനസ്സിലാവില്ല. When I speak, it's like a buffoon speaking on the stage. ഞാൻ ഇത് പറയുമ്പോൾ ബഫൂൺ സംസാരിക്കുന്ന പോലെ വല്ലാത്തൊരു ഭാഷയാണ്.
I don't want to talk in tongues. എനിക്കിത് വേണ്ട, അന്യഭാഷ വേണ്ട. He didn't answer me. അവൻ എന്നോട് സംസാരിച്ചില്ല. I said, why you are not answering me? കർത്താവ് എന്താ എന്നോട് സംസാരിക്കാത്തത്? As long as you don't want to listen me, I will not listen you. എന്നെ ശ്രദ്ധിക്കാത്തതിനാൽ ഞാനും അങ്ങയെ ശ്രദ്ധിക്കില്ല. All these years you used to talk to me. ഈ കാലം അത്രയും എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു കർത്താവ്. When I speak, you used to speak to me. ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു നിരന്തരം. Why you are not talking to me now? ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? No answer. ഒരു മറുപടി. I got very angry. എനിക്ക് വളരെ ദേഷ്യം. If you are in front of me, നീ എന്റെ മുന്നിലുണ്ടെങ്കിൽ I will just fight with you. ഞാൻ നീയുമായിട്ട് യുദ്ധം ചെയ്യും. You are not in front of me. അങ്ങ് എന്റെ മുമ്പിൽ ഇല്ലല്ലോ. Do one thing. ഒരു കാര്യം ചെയ്യും. Today onward, there's no connection between you and me. You can choose anybody else, not me. കർത്താവെ, ഇന്നു മുതൽ ഞാൻ നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റാരെയും തെരഞ്ഞെടുത്തുകൊള്ളുക. Bitterness started keeping in my heart. എന്റെ ഹൃദയത്തിൽ കയ്പിന്റെ വേര് മുളച്ചു. Bitterness over God, not about anybody else. മറ്റാരോടുമല്ല, ദൈവത്തോടാണ് കയ്പ്. No answer. ഒരു മറുപടിയില്ല. I started weeping. All these years you used to speak to me so lovingly. You used to care for me. You used to answer all my questions. എന്റെ എല്ലാ ചോദ്യങ്ങൾക്ക് ഈ കാലപത്രി അവിടുന്ന് മറുപടി നൽകിക്കൊണ്ടിരുന്നു. എന്നെ Why not സ്നേഹിക്കുന്നു. today? എന്നാൽ ഇന്ന് എന്നോട് സംസാരിക്കുന്നില്ല. I was crying so much. The end of the cry. ഞാൻ എങ്ങനെ അടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. And I was feeling little sleepy. ഞാൻ അല്പം ഒന്ന് മയക്കത്തിലായി. And was just patting me like this. Don't cry. ആരോ Don't എന്റെ തലയിൽ തലോടിക്കൊണ്ട് കരയണ്ട കുഞ്ഞെ എന്ന് Don't പറഞ്ഞു. cry. Don't cry. നീ കരയണ്ട. I saw the scar here. ആ കയ്യില് ആണിപ്പാട് എനിക്ക് കാണുവാൻ കഴിയും. Not here, but here. ആ ആണിപ്പാട് കൈത്തണ്ടയിൽ ഞാൻ കണ്ടു. I said, oh my God, my Lord, my God. എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് Yes, God. അവൻ പെട്ടെന്ന് കടന്നുപോയി. I said, I'm so sorry. I was so rough with you. ഞാൻ വളരെ കർശനക്കാരനായി സംസാരിച്ച് എന്നോട് ക്ഷമിക്കണം. Please forgive me. എന്നോട് ക്ഷമിക്കണമേ. Lord, I'm so sorry. കർത്താവേ, എനിക്ക് വളരെ ദുഃഖമുണ്ട്. I came and shared with my wife. ഞാൻ എന്റെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. And I slept. ഞാൻ ഉറങ്ങി. The moment I slept, ഞാൻ ഉറങ്ങി കഴിഞ്ഞപ്പോൾ I saw a vision. ഞാൻ ഒരു ദർശനം കാണുവാനിടയായി. I was in a different country. ഞാൻ വേറൊരു രാജ്യത്താണ്. And a man was translating me. ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി പരിഭാഷ ചെയ്യും. In front of me, Luke's Gospel chapter 16. I was preaching about the rich man and the Lazarus. ധനവാന്റെ ലാസറിന്റെ കഥ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. He was translating. അവൻ പരിഭാഷപ്പെടുത്തുന്നു. The man was translating exactly the same way I was speaking in tongues. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് പോലെയാണ് ആ മനുഷ്യൻ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. I said, this man speaking the same language I speak in talking in tongues. ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ആ ചൈനീസ് ഭാഷ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. But after some time, this man's mouth was shut. He was not talking. അത് കഴിഞ്ഞ് അവൻ വായ അടച്ച് സംസാരിക്കുന്ന മൂളിക്കൊണ്ടിരിക്കുകയാണ്. Then I said, Lord, it's your word. See this man. കർത്താവേ, ഇത് അങ്ങയുടെ വചനമല്ല, ഈ മനുഷ്യനെ നോക്കൂ. The Lord said, poiko. പോയിക്കോളൂ. You speak. നീ സംസാരിക്കുമെന്ന് പറഞ്ഞു. When I opened my mouth, ഞാൻ വായ് തുറന്നപ്പോൾ I was talking in the same tongue what I was talking in tongues. അന്യഭാഷയിൽ ആദ്യമായി സംസാരിക്കുന്ന അതേ ഭാഷയിൽ തന്നെ വീണ്ടും സംസാരിക്കുവാൻ I ഇടയായി. understood whatever God gives with a reason. അതെ, കർത്താവ് തരുന്നതെല്ലാം ഒരു അർത്ഥത്തോടു കൂടിയാണ്. Whatever the Lord teaches you, leads you, is for a purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് നിന്നെ പഠിപ്പിക്കുന്നത്, വഴി നടത്തുന്നത്. Don't ever underestimate God's ways and God's leading. കർത്താവിന്റെ വഴികളെ കുറിച്ചും കർത്താവിന്റെ നിയോഗങ്ങളെ കുറിച്ചും നീ ഒരിക്കലും വില കുറച്ച് You കാണും. must be very, very careful. വളരെ ശ്രദ്ധിക്കണം. Now, all this time I was talking only a small portion of outline. ഒരു ചെറിയ ഔട്ട്ലൈനിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. Now only I am starting the word of God. ഇനിയാണ് ദൈവവചനം സംസാരിക്കാൻ പോകുന്നത്. ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലേ പുള്ളിക്കാരൻ? ആദ്യം പറഞ്ഞല്ലോ പുള്ളിക്കാരൻ. സ്വല്പനേരം 6 മണി അളവിലെ 6 മണി വരെ സംസാരിക്കുന്നത് ഈ പുള്ളിക്കാരൻ പറഞ്ഞ് ശരിയായിരിക്കുമോ? Don't ever think like that. The gracious Lord knows your capacity and my capacity. അതിനാൽ കരുണാസമ്പന്നനായ ദൈവത്തിന് നിങ്ങളുടെ കഴിവിന്റെ അതിരും എന്റെ കഴിവിന്റെ അതിരും നന്നായിട്ട് അറിയാം. Now kindly open up 1 Peter chapter 4 verse 7. 1 പത്രോസ് 4:7 വായിക്കാം.
നാലാം അധ്യായം 7-ാം വചനം. ആമേൻ. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആമേൻ. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. There is no time left out. അവിടെ സമയം വിട്ടുകളയുന്നില്ല. That's why in the beginning itself I said this is a different meeting, a different page is open, new pages of your life is open. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്ന ഒരു ദിവസമായിരിക്കും. There is no time. അവിടെ സമയമില്ല. Time for what? ദൈവത്തിന് വേണ്ടി നന്ദി പറയാം. Just go and see around and go to my friends and have dinner and go to this place and have excursion and visiting and tour. No time. ഒന്നിനും സമയമില്ല. എല്ലാവരുടെയും സമയം സമാഗതമായിരിക്കും. This is the time for preparation for the second coming. രണ്ടാം വരവിന്റെ ഒരുക്കത്തിന്റെ നാളുകളാണ്. This is the time to prepare ourselves to go to heaven. സ്വർഗ്ഗത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിന്റെ നാളുകളാണ് ഇപ്പോൾ. By the way, there are a lot of servants of God here. ഇവിടെ അനേക ദൈവദാസന്മാരുണ്ടല്ലോ. Everything God has shared with us and opened our understanding. There is nothing that He ever reserved for Himself. അതെ, കർത്താവ് നമ്മളോട് കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ച് വിശദമായിട്ട് നമ്മെ മനസ്സിലാക്കി തന്നത് അവൻ ഒന്നും തരാതെ മാറ്റിവെച്ചിട്ടില്ല. John's Gospel chapter 15 verse 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം. John's Gospel chapter 15 verse 15. യോഹന്നാൻ 15:15. നിങ്ങൾ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ ഇനി എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. Amen. Amen. One sister, ഒരു please. സഹോദരി വായിക്കാമല്ലോ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആമേൻ. Whatever I heard from my Father, I have already spoken and revealed to you. എന്റെ കർത്താവ് തന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. Now tell me, ഇപ്പോൾ പറയുക, why Jesus never said when He is going to come? അവൻ എപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് പറയാത്തത് എന്താണ്? Why it's a secret? അതൊരു രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Matthew's Gospel chapter 24 verse 36. മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം. Matthew's Gospel chapter 24 verse 36. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രന്മാരും കൂടെ അറിയുന്നില്ല. പുത്രനും കൂടെ അറിയുന്നു. എന്തിനു വേണ്ടി അറിയാനില്ല? എന്തുകൊണ്ടാണ് അറിയാതിരിക്കുന്നത്? Why? എന്തുകൊണ്ട്? Why can't we know when He's going to come? അവൻ എപ്പോഴാണ് വരുന്നതെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതിരിക്കുന്നത്? Any idea? എന്താ കാരണം എന്ന് ആർക്കും What പറയാമോ? He said, I revealed everything, whatever I heard from my Father. പിതാവിന് കേട്ടതൊക്കെ നിങ്ങളെ അറിയിച്ചു. Tell me anyone, what is the reason of this secret? എന്താണ് ആ വരവിന്റെ സമയം പറയാത്തതിന്റെ രഹസ്യം? Everything He told, but not this. ഈ കാര്യം മാത്രം പറഞ്ഞത് എന്തുകൊണ്ട്? No one knows the day of His coming. കർത്താവിന്റെ വരവിന്റെ നാളുകൾ നമുക്ക് ആർക്കും അറിയില്ല. Neither the hour of His coming. ആ സമയത്ത് നാഴിക അറിഞ്ഞുകൂടാ. Not even the Son of God. ആ ദൈവപുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. Not even the angels of God. സ്വർഗത്തിലെ ദൂതന്മാർക്കും കൂടെ അറിഞ്ഞു. Only my Father. എന്റെ പിതാവിന് മാത്രം അറിയുന്ന കാര്യം. അതെന്തുകൊണ്ടാണ്? Why? എന്തുകൊണ്ട്? Why this is a secret? അതിന്റെ രഹസ്യം എന്താ? Anybody? ആരെങ്കിലും പറയാമോ? Anybody know? ആരെങ്കിലും അറിയാമോ? Learn now. I have learned from Him. ഞാൻ അവനിൽ നിന്ന് പഠിച്ച കാര്യം. For two reasons. രണ്ട് കാരണങ്ങൾ. One for the devil, that he should not know when he is going to come. കർത്താവ് രണ്ടാമത് വരുന്നത് എപ്പോഴാണെന്ന് സാത്താൻ അറിയാതിരിക്കുന്നത്. For every revelation, he has made a duplicate. എല്ലാ വെളിപ്പാടുകൾക്കും പിശാച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. For everything, he has made a duplicate. എല്ലാത്തിനും അവൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. To the word of God, he has written separate word of God. ദൈവവചനത്തിന് പകരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വചനങ്ങൾ അവൻ എഴുതി To ഉണ്ടാക്കും. the Son of God, he made many the duplicate sons of God. അത് ദൈവത്തിന് പകരമായിട്ട് അനേക തെറ്റായ പുത്രന്മാരെ അവൻ രൂപപ്പെടുത്തിയിടുന്നു. For every plan of God, he made a duplicate plan. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് അവന്റേതായ പദ്ധതി സാത്താൻ ഒരുക്കും. The Lord doesn't want him to know when he is going to come. എപ്പോഴാണ് താൻ വരുന്നതെന്ന് അറിയിക്കാത്തതിന്റെ രഹസ്യം അതാണ്. He will make a duplicate for that also. കാരണം അതിന് വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടൈം പിശാച് ഒരുക്കി വെക്കും.
That's why the Lord doesn't want to reveal this secret. ആ രഹസ്യം അവൻ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പിശാച് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം But അറിയിക്കുക. to his chosen one, he will reveal when he is going to come. തന്റെ തന്റെ പ്രിയപ്പെട്ടവർക്ക് അവൻ ആ കാര്യം വെളിപ്പെടുത്തി കൊടുക്കും. Do you remember the 10 virgins story? 10 കന്യകമാരുടെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? It's only a story, it's not a real thing. അതൊരു കഥയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. Because it's a parable. അതൊരു ഉപമയാണ്. 5 wise and another foolish. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. But 10 of them slept happily. 10 പേര് ഒരുപോലെ ഉറങ്ങിയെന്നുള്ള വസ്തുതയാണ്. In the middle of the night, അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു. and the sound was coming, the bridegroom is coming. മണവാളൻ വരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ആർപ്പുവിളി ഉണ്ടായി. Only the 10 people were able to hear that. ഈ 10 പേർക്ക് മാത്രമാണ് അത് കേൾക്കാൻ കഴിഞ്ഞത്. And the 10 rose up. 10 പേര് എഴുന്നേറ്റു. This is how the Spirit of God will prompt in your heart, in my heart, that He is going to come. അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് നിന്റെ ഹൃദയത്തിലും എന്റെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. Now you read. ഇനി നിങ്ങൾ വായിക്കണം Romans chapter 7 verse 29. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. Romans chapter 7 verse 29. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. I'm so sorry. 1 Corinthians chapter 7 verse 20. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ So sorry. ക്ഷമ ചോദിക്കുന്നു. 1 Corinthians chapter 7 verse 27. എന്നാൽ സഹോദരന്മാരെ ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. Amen. One of the sisters please. സഹോദരന്മാരെ ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. How the time is? Very, very close time. സമയം സമാഗതമായിരിക്കുന്നു. I think that's why the Lord has brought both of us today to speak this particular verse among all of you. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ചെറിയ ഗ്രൂപ്പിന്റെ മധ്യത്തിലേക്ക് ഞങ്ങളെ കൂട്ടി വരുത്തിയത്. Very short time. ഇനി വളരെ കുറച്ച് സമയം. There is no time for any other thing. മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. We must prepare ourselves for the second coming of the Lord. കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കേണ്ടതുണ്ട്. There are 2 types of second coming. 2 തരത്തിലുള്ള രണ്ടാം വരവുണ്ട്. One secret coming. ഒന്ന് രഹസ്യ വരവ്. That is only for the saints. അത് വിശുദ്ധന്മാർക്ക് വേണ്ടി. Second open coming. 2 പരസ്യമായ വരവ്. With the saints. വിശുദ്ധന്മാരോട് കൂടെ വരുന്ന വരവ്. Second coming is only for the saints of God. ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ വരവ്. The second coming, the open coming, is with the saints of God. രണ്ടാമത്തെ വരവ് പരസ്യമായ വരവ് വിശുദ്ധന്മാരോട് കൂടെ വരുന്നതാണ്. The second reason why the Lord never revealed this secret. ഈ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ വരവ് സമയം പറയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കുക. That is for you and for me. അത് നിങ്ങളെയും എന്നെയും ഉദ്ദേശിച്ചാണ്. Because എന്തുകൊണ്ടാണ്? this preparation, the Spirit of God will take inside of our life, and He will start daily preparing us for the secret coming. ഈ ഒരുക്കം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നമ്മെ തന്നെ ഒരുക്കിയെടുക്കുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങാൻ വേണ്ടി. It is just like this. അത് ഏതാണ്ട് ഇങ്ങനെയാണ്. When Lord God Jehovah spoke to Abraham, you take your only son and take him and just put him on the altar and the burnt offering. അതെ, കർത്താവ് തന്റെ അബ്രഹാമിനോട് പറഞ്ഞ പോലെ തന്റെ ഏകജാതനായ മകനെ യാഗപീഠത്തിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞത് പോലെ തന്നെ To the place where I will show you. ഞാൻ നിന്നെ കാണിച്ചു തരുന്ന ദേശത്ത് കൊണ്ടുപോയി യാഗം അർപ്പിക്കണം. Hello, listen. ശ്രദ്ധിക്കണമേ. Did he share this secret with Sarah? സാറയോട് ഈ കാര്യം പറഞ്ഞു. Yeah. Did Abraham share this? No, God told me to take Isaac to offer him as a sacrifice on the mount. Tomorrow morning we are going. Be happy and God will comfort you. കർത്താവ് സാറയോട് എങ്ങനെ പറഞ്ഞു കാണൂ, അബ്രഹാം പറഞ്ഞു കാണൂ, നാളെ ഞാൻ മകനുമായി പോയി മോറിയ മലയിൽ അവനെ യാഗം അർപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ശാന്തമായിരിക്കുക, കുഴപ്പമൊന്നും പറ്റരുത് പറഞ്ഞു പോകും. ഇല്ല. Why he didn't share with his own wife? തന്റെ ഭാര്യയോട് പോലും ഈ രഹസ്യം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? Own mother. ആ പൈതലിന്റെ സ്വന്തം അമ്മയല്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ല? Do you know why? എന്തുകൊണ്ടാണത്? The moment he shares with her, അവൻ പറയുന്ന സമയത്ത് തന്നെ അയ്യോ എന്താ നീക്ക് ഭ്രാന്തിയാണോ, നിനക്ക് ഭ്രാന്ത് സംഭവിച്ചോ, she will spoil the entire thing. ആ കാര്യം മുഴുവനും തകരാറിലാക്കുക. The Lord kept the secret in your heart, in my heart, when He is going to come. അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യം നമ്മോട് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ
അത് പറഞ്ഞു തരാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. Daily the desire will swell in our hearts. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കം എല്ലാ ദിവസവും നടക്കേണ്ടതിന് വേണ്ടി. The day that the Lord is coming, the Spirit of God will prompt in your heart, the Lord is coming. കർത്താവ് വരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നെ സംസാരിക്കും. Kindly read with me Hebrews chapter 9 verse 28. എബ്രായലേഖനം 9:28 വായിക്കാം. Hebrews 9:28. എബ്രായർ 9:28. മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. Amen. ആമേൻ. He is going to come. അവൻ വരാൻ പോകുന്നു. Not only for everybody, but for those people who are waiting and looking forward for the second coming. അവന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവൻ വരും. Hello. The Lord is not slack in his promise concerning his second coming. തന്റെ വരവിന്റെ കാര്യത്തെക്കുറിച്ച് അവൻ തന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്തുന്നില്ല. There is also third reason. മൂന്നാമതൊരു കാര്യം. The third reason why it's a secret. അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന മൂന്നാമത്തെ കാര്യം 2 Peter chapter 3 verse 9. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. Amen. Amen. Sister. സഹോദരിയാ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. This is the third reason. മൂന്നാമത്തെ കാരണം ഇതാണ്. Nobody should get perished. ആരും നശിച്ചു പോകും. Everybody should be saved. എല്ലാവരും രക്ഷിക്കപ്പെടും. That's why Pastor Muthedan and the entire family is striving their level best to touch people's life. അതുകൊണ്ടാണ് സഹോദരൻ പോൾ മൂത്തേടൻ അവர்கள் തന്റെ ഭാര്യയും ഒരുമിച്ച് ചേർന്ന് ദേശത്തെ ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി പരിശ്രമം ചെയ്യും. We go from place to place to country to preach the gospel. അത് സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത്, രാജ്യത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദൈവത്തിന് പകരമായി കടന്നു പോകുന്നതിന് കാരണം അതാണ്. For only one reason. ഒരേ ഒരു കാര്യം. Nobody should perish. ആരും നശിച്ചു. Everybody should come to എല്ലാവരും കർത്താവിന്റെ പരിജ്ഞാനത്തിലായി and go to heaven. എനിക്ക് സ്വർഗത്തിൽ പോകണം. That reason. അതാണ് മൂന്നാമത്തെ കാര്യം. I tell you. ഞാൻ നിങ്ങളോട് When പറയുന്നു, the Lord comes in secret. കർത്താവ് രഹസ്യത്തിൽ വരുമ്പോൾ It's for the same reason. അതിന്റെ കാരണം ഇതാണ്. Do you know that in school the children used to play a peculiar game? സ്കൂളുകളിൽ പിള്ളേർ ചേർന്ന് ചില കളികൾ കളിക്കാറുണ്ട്. There will be two parties, one party, another party. രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു നിന്നുകൊണ്ട്. And one fellow will come. There is something kept in the center. സെന്ററിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടാകും. That fellow also will come. This fellow also will come. അങ്ങനെ ഒരാൾ വരും, ഇവിടെ നിന്ന് ഒരാൾ വരും. And they will go around and say, who will take and run away? They will take and run away. They will win the prize. അവര് പരസ്പരം മത്സരിച്ച് കടന്നു വന്ന് ആ സാധനം എടുത്ത് ഓടിക്കൊണ്ടു പോകുന്നവൻ രക്ഷപ്പെടും. അതിന്റെ ഉടമസ്ഥയാണ്. That fellow, if it touches him, he is failed and he is out. അതിനുശേഷം അവനെ തൊട്ട് കഴിയുമ്പോൾ അവൻ തോറ്റു പോകും. Do you remember this game? ഈ ഗെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സാറ്റ് കളിക്കണം. It's a cook game. Cook. That fellow will run. Another fellow, he will run. ഓരോരുത്തർ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഓടിപ്പോകും. Opposite direction. എതിർ ദിശയിൽ ഓടിക്കൊണ്ടിരിക്കും. This is the same game the Lord wants to play. കർത്താവ് ഈ നിലയിൽ നമ്മോട് ഇടപെടുകയാണ്. The world is other side, the devil is this side. ലോകം ആ ഭാഗത്ത് നിൽക്കുന്നു, പിശാചി ഭാഗത്ത്. The believer is kept in the center. സെന്ററിൽ വിശ്വാസി നിൽക്കുന്നു. Now the game is played, the world and the devil. ലോകം ജഡം. They want to catch the believer. വിശ്വാസിയെ പിടിച്ചെടുക്കുവാൻ And they can go the believer. വിശ്വാസിയെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കും. But the world, the Lord has raised so many servants of God, so many saints of God, so many believers in the world. ഈ ലോകത്തിൽ അനേക ദൈവദാസന്മാരെയും ഉപദേശിമാരെയും ശുശ്രൂഷക്കാരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നു. They want to save the soul. ഈ ആത്മാക്കളെ രക്ഷിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. The devil wants to grab the soul. എന്നാൽ ആ ആത്മാവിനെ പിടിച്ചെടുക്കുവാനാണ് പിശാചിന്റെ പരിശ്രമം. In this game, only the Lord is coming to snatch the believers and take them straight without the knowledge of the devil. ഈ കളിയിൽ കാണിക്കുന്നത് പോലെ പിശാച് അറിയാതെ കർത്താവ് മടങ്ങി വന്ന് തന്റെ സഭയെ He will ചേർക്കും. not know when he is going to come. അതുകൊണ്ട് എപ്പോഴാ വരുന്നെന്ന് അറിയിക്കുന്നില്ല. Take the believers up and he will have the rule on the earth.
അവൻ തന്റെ ജനത്തെ ചേർത്തുകൊണ്ട് പോകും. പിന്നീട് അവൻ ഈ ലോകത്തെ നീതിയോടെ ഭരിക്കും. It will have simultaneously both the things. He will take the believers and he will have the rule here. അതെ, വിശ്വാസികളെ ചേർത്തുകൊണ്ട് ആകാശമധ്യത്തിൽ പോവുകയും തുടർന്ന് ഈ ലോകത്തിൽ തന്റെ ഭരണം ആരംഭിക്കുകയും ചെയ്യും. And that's why the secret coming is still secret. ആ രഹസ്യം ഇന്നും മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. There are so many things that I want to share with you. നിങ്ങളോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ട്. But I wanted to switch over to my testimony. അതിന്റെ സാക്ഷ്യത്തോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. How I got the passport. എനിക്ക് എങ്ങനെയാണ് ഈ പാസ്പോർട്ട് കിട്ടിയത്? This is the passport of my testimony. എന്റെ സാക്ഷ്യത്തിന്റെ സാക്ഷ്യം തന്നെയാണ് ആ പാസ്പോർട്ട്. Like anybody, I was just an ordinary person born to a Christian parents. ക്രിസ്തീയ മാതാപിതാക്കന്മാർക്ക് ജനിച്ചു വളർന്ന ഒരു സാധാരണ പൈതൽ തന്നെയായിരുന്നു ഞാനും. And they are CSI people. അവര് CSI ചർച്ച സമൂഹത്തിന്റെ ആളുകളായിരുന്നു. But my mother is a praying woman. എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. My father is the first Christian in his family. തന്റെ കുടുംബത്തിൽ ഒന്നാമത്തെ ക്രിസ്ത്യാനിയായിരുന്നു എന്റെ പിതാവ്. And his name is Periyamunsami. പെരിയമുൻസാമി എന്നാണ് പറഞ്ഞത്. The Lord converted him and brought him as a Lazarus. അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി ലാസറസ് എന്ന പേര് നൽകി. For them I was born as a sixth child. ആറാമത്തെ കുട്ടിയായിട്ട് അവർക്ക് ഞാൻ ജനിച്ചു. We are 3 brothers and 3 sisters. 2 of them died already. അതെ, 3 ആൺമക്കളും 3 പെൺമക്കളും. അതിൽ 2 പേര് നേരത്തെ മരിച്ചുപോയി. Only 6 people were there. 6 പേര് മാത്രമാണ് ഉണ്ടായത്. Among the 6 the Lord had chosen me. I never knew that. എന്നാൽ ആ 6 പേരിൽ എന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. എനിക്കത് മനസ്സിലായിരുന്നില്ല. I never knew that till my college days. എന്റെ കോളേജിൽ ഞാൻ ചേരുന്നത് വരെയും അതെനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. In my college days I became an atheist because there is no meaning in believing God. ദൈവത്തിൽ വിശ്വസിച്ചുള്ള ഒരു കാര്യമില്ലെന്നാണ് കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. Everybody is believing in God. Where is the difference? എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നു. ഇപ്പൊ എന്താ വ്യത്യാസം അതിന്? There is no difference. ഒരു വ്യത്യാസവും കാണാനില്ല. This fellow stealing, that fellow telling lies, that fellow is duping, that fellow cheating, everything happened. എല്ലാവരും ഒരുപോലെ. ഒരാള് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും കള്ളത്തരം വ്യാജവും കാണിക്കുകയും നുണ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2 പേർക്കും വ്യത്യാസമില്ല. Instead of having a God and doing all this nonsense, I threw God and I start doing the nonsense. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ഇടപെടാതെ ദൈവം ഇല്ലെന്നുള്ള ഒരു നിലയിൽ ഞാൻ മുന്നോട്ട് പോകാനിടയായിരുന്നു. There was a time when I came to the CMC hospital. I want to convert CMC hospital into atheism. അതെ, CMC ആശുപത്രിയിലെ ഓരോ വ്യക്തികളെ തെരഞ്ഞെടുത്ത് പിടിച്ച് നിരീശ്വരത്വത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു. I converted few Christians into atheism. ചില ക്രിസ്ത്യാനികളെ ഞാൻ വിശ്വസിപ്പിച്ച് നിരീശ്വരന്മാരാക്കി. And lastly I went for a meeting. ഞാൻ അവസാനം ഒരു മീറ്റിംഗിൽ പോയി. In that meeting, one couple has come from Aligarh University. അലിഗാർ യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നു. His name is Professor Rustam Zan. റസ്തം ജോൺ എന്ന് പറയുന്ന പ്രൊഫസർ. Professor Rustam Zan. റസ്തം സാം. പ്രൊഫസർ റസ്തം സാൽ എന്ന് പറയുന്ന ഒരു ദമ്പതികൾ അവിടെ ഉണ്ട്. His wife Aimee Ganga Zan. അദ്ദേഹത്തിന്റെ ഭാര്യ ഗംഗാ സാൽ. Both of them are professors in Aligarh University. അലിഗാർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ് അവർ രണ്ടുപേരും. They came to CMC. CMCയിലേക്ക് വന്നു. And somebody called me, my son, why can't you come for the meeting? എന്നെ ആരോ ക്ഷണിച്ചു, ഈ മീറ്റിംഗ് നിനക്ക് വന്നുകൂടെ? I said, what meeting, uncle? എന്ത് മീറ്റിംഗ് ആണത് അങ്കിൾ? Hey, what are you talking? It's a Christian meeting now. അതൊരു ക്രിസ്ത്യൻ മീറ്റിംഗ് ആണ്. അയ്യോ uncle, I never come for Christian. അങ്ങനെയുള്ള മീറ്റിംഗ് ഞാൻ വരുന്നില്ല അങ്കിൾ. Such a boring. അത് വളരെ ബോറിംഗ് ആണ്. And they will clap hands and sing song. വായിക്കിയ പാടും. ഒരു വലിച്ച് നീട്ടി പാട്ട് പാടും. കൈയടിക്കും. കൈയടിക്കും. അയ്യോ, this all drama I know. ഈ ഡ്രാമ എനിക്ക് വേണ്ട. I will not come. ഞാൻ വരില്ല. If you compel me to come, I will create problem there. ഞാൻ എന്നെ നിർബന്ധിച്ച് വരുത്തിയാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും ഞാൻ. So he thought I was joking. ഞാൻ തമാശ പറയാണ് നമ്മൾ. He didn't know that I was an atheist. ഞാൻ നിരീശ്വരനാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. Sincere old man Venugopal, C.T. Venugopal. C.T. വേണുഗോപാൽ എന്ന പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. He was a Brahmin convert. അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട വ്യക്തി. Just for the grey hair I went for the meeting. അദ്ദേഹത്തിന്റെ നരച്ച മുടിയെ ഓർത്ത് ഞാൻ പോയി. The hall was filled with people. ആളുകൾ ഹാൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. There was no place for me to put my hair and sit in one place. കടന്നുപോയി ഇരിക്കാനുള്ള ഇടം പോലും ഇല്ലായിരുന്നു. So I adjusted and went and sat in one place. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പോയി മൂലയ്ക്ക് പോയി ഇരുന്നു. That man stood up, the Rustam Zan stood up and said, I am very happy that I was not born in a Christian family. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. I looked
they were Christians. അവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. They were born in a Christian family. അവർ born again Christians ആയിരുന്നു. What is the problem? എന്താണ് പ്രശ്നം? I also was born in a Christian family. ഞാനും ക്രിസ്ത്യ കുടുംബത്തിൽ What ജനിച്ചവനാണ്. is the problem? എവിടെയാ പിന്നെ പ്രശ്നം? What this fool, what this idiot saying that I was not born in a Christian family. ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചില്ല എന്ന് പറയുന്ന ഈ വണ്ടൻ പറയുന്നതിൽ എന്താ അർത്ഥം? I wanted to get what? Go and hit that fellow. അവനെ പോയി അടിക്കാൻ എനിക്ക് തോന്നി. But I cannot go because of the crowd. So much of ജനം crowd. കൂടുതലിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവരുടെ ഇടയിൽ കൂടെ പോകാൻ സാധ്യമല്ല. I looked at the old man. ഞാൻ ആ പ്രായമുള്ള മനുഷ്യനെ നോക്കി. This is the fellow who spoiled my day today. ഇന്നത്തെ ഈ മനുഷ്യനാണ് എന്റെ ദിവസം നഷ്ടപ്പെടുത്തിയത്. I will see you later on. പിന്നെ കണ്ടോളാം അവനെ. I was very furious. ഞാൻ വളരെ Why കോപാകുലനായി. I came for the meeting? എന്തിനാണ് ഞാൻ മീറ്റിംഗിന് വന്നത്? Nonsense is going on. ഇതെന്ത് നോൺസെൻസ് ആണ്. All nonsense. എല്ലാം മൗഢ്യമായ കാര്യം. After some time that man said, I saw Jesus on the cross. അദ്ദേഹം കുറച്ചു കഴിഞ്ഞ് പറഞ്ഞു, യേശുവിനെ ഞാൻ ക്രൂശിൽ കിടക്കുന്നവനായി കണ്ടു. This is a number one lie. ഇത് ഒന്നാം തരം നുണയാണ്. All the Christians are keeping on listening all nonsense. എല്ലാ ക്രിസ്ത്യാനികളും പറഞ്ഞു ദൈവത്തെ കാണുന്നു, ദൈവത്തെ കേൾക്കുന്നു. അതെല്ലാം മൗഢ്യമാണ്. My father is the first Christian. എന്റെ പിതാവ് ഒരു ഒന്നാമത്തെ ക്രിസ്ത്യാനിയാണ്. My mother is a praying woman. എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. They never said they saw Jesus. അവരാരും യേശുവിനെ കണ്ടതായിട്ട് പറഞ്ഞു. You came half the way. You are a Parsi. നീ ഒരു പാർസിയാണ്, പകുതി വഴി വന്നിട്ടേ ഉള്ളൂ. You came half the way. You say you saw Jesus. നീ യേശുവിനെ കണ്ടെന്നാണോ പറയുന്നത്? Ayyo, this is number one lie. ഇത് ഒന്നാം തരം നുണയാണ്. All the idiots are listening very, very intently. വളരെ ശുഷ്കാന്തിയോടുകൂടെ മണ്ടന്മാരെല്ലാം കാത്തിരുന്ന് കേൾക്കുകയാണ്. I want to get out of the meeting. എനിക്ക് മീറ്റിംഗിൽ പുറത്തു പോയാൽ കൊള്ളാം. I cannot go because of the crowd. ക്രൗഡ് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല. I closed my ears. ഞാൻ ചെവി അടച്ചു വെച്ചു. Let these people talk all nonsense. ഇതെല്ലാം വെറും മടയത്തരമാണ്. I will not listen. എനിക്ക് കേൾക്കുകയേ വേണ്ട. After the meeting, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ I went straight to my house. ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക്, My room. എന്റെ മുറിയിലേക്ക്. I removed the watch. ഞാൻ എന്റെ വാച്ച് മാറ്റി വെച്ചു. I kept the watch there. വാച്ച് അഴിച്ചു വെച്ചു. It was 10 o'clock. 10 മണി സമയം. I said, hey guys, all the gods and goddesses, come into today. I'm going to interview. ദൈവങ്ങളും ദേവന്മാരും ദേവതകളും എല്ലാം എന്റെ മുമ്പിൽ വരും. നിങ്ങളെ ഞാൻ ഇന്ന് ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. Today interview. ഇന്നാണ് ഇന്റർവ്യൂ. 3 questions. 3 ചോദ്യങ്ങൾ. You must answer me 3 questions. 3 ചോദ്യങ്ങൾക്ക് മറുപടി തരണം. First question. ഒന്നാമത്തെ ചോദ്യം, Who are you? നിങ്ങൾ ആരാണ്? What connection you have with my life? എന്റെ ജീവിതമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണ്? Second question. രണ്ടാമത്തെ ചോദ്യം. Third question. മൂന്നാം ക്വസ്റ്റ്യൻ, What you will do for me? എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? You must answer these 3 questions. ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം. If I am satisfied, എനിക്ക് തൃപ്തി I ആവുന്നെങ്കിൽ will accept you. ഞാൻ നിങ്ങളെ സ്വീകരിക്കും. I will do whatever you tell me. നിങ്ങൾ പറയുന്നതെല്ലാം സ്വീകരിക്കും. If not, അല്ല എങ്കിൽ I will catch your head. നിങ്ങളുടെ തലയിൽ പിടിച്ച് മുടി പിടിച്ച് മുടി പിടിച്ച് തല്ലി അടിച്ച് അടിച്ച് തല്ലി കളയും. തള്ളിക്കളയും. I told. ഞാൻ അവരോട് പറഞ്ഞു. So I gave half an hour time. അരമണിക്കൂർ സമയം കൊടുത്തു. 10 o'clock it started. 10 മണിക്ക് ആരംഭിച്ചു. Half an hour time. അരമണിക്കൂർ സമയം. You may be busy in some areas of this world. നിങ്ങൾ ദൈവങ്ങൾക്കെല്ലാം ചിലപ്പോൾ തിരക്കായിരിക്കും. But I give time. You must. എന്നാലും നിങ്ങൾക്ക് സമയം തരുന്നു. അരമണിക്കൂർ സമയം. I waited. കാത്തിരുന്നു. I started. ഞാൻ ആരംഭിച്ചു. Shiva, ശിവനോട് പറഞ്ഞു. Vishnu, ബ്രഹ്മാവ്, Muruga, മുരുകൻ, വിനായകൻ, പാർവതി, ലക്ഷ്മി, all the god and goddesses whom my father's family knew. I started off. എന്റെ പിതാവ് അറിയുന്ന ദൈവങ്ങളെയും ദേവതകളെയും എല്ലാം വരാൻ പറഞ്ഞു ഇന്റർവ്യൂവിന് വേണ്ടി. Nobody answered. ആരും വന്നില്ല. Looked at the time. ടൈം നോക്കിക്കൊണ്ട് 20 minutes passed. 20 മിനിറ്റിൽ Only 10 minutes. 10 മിനിറ്റ് മാത്രം. I said, these guys have not come today. ഈ ആളുകളൊന്നും വന്നിട്ടില്ല ഇന്ന്. Whether they have taken leave or what. അവർ ലീവ് എടുത്തിരിക്കുകയായിരുന്നു. Where this god and goddess has gone? എവിടെയാണ് ഈ ദൈവങ്ങളും ദേവതകളും പോയി ഒളിച്ചിരിക്കുന്നത്? Leave these people. ഇവരെ വിടാം. Buddha, ബുദ്ധൻ, Rama, രാമൻ, Gandhi. Nobody came. ആരും വന്നില്ല. Because I saw in the photo Jesus, Mary, Joseph, Gandhi, Buddha, all this in the photos in the some places. ചില സ്ഥലങ്ങളിലൊക്കെ ഗാന്ധിയുടെയും യേശുവിന്റെയും ബുദ്ധന്റെയും മറിയത്തിന്റെയും എല്ലാം പടങ്ങൾ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Nobody came. ആരും വന്നില്ല. I want to drop. ഞാൻ ഇത് കാര്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. Close the business. ബിസിനസ് അവസാനിപ്പിക്കാൻ പറ്റും. I looked at the time. ടൈം നോക്കി. Hey, only 7 minutes are there. ഇനി 7 മിനിറ്റ് മാത്രം. Some fellows may be very busy. They were hurrying to come and answer me. വലിയ തിരക്കിലുള്ള ആരെങ്കിലും ചിലപ്പോൾ താമസിച്ചു പോയതായിരിക്കും. അവർ വരും ചിലപ്പോൾ പെട്ടെന്ന്.
That time, ആ സമയത്ത് I heard a voice. ഒരു ശബ്ദം ഞാൻ കേട്ടു. My son, I love you. എന്റെ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്താ പറഞ്ഞേ? My son, I love you. എന്റെ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. I thought one of the Christian fellows with the megaphone, Jesus lives, Jesus saves, Jesus heals, they used to come. പലപ്പോഴും ചില ആളുകൾ കടന്നു വന്ന മൈക്രോഫോൺ മെഗാഫോൺ വെച്ച് പറയാറുണ്ട്, യേശു സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ വിളിച്ചു പറയാറുണ്ട്. They used to come. അങ്ങനെ യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞ One of the fellows come that time. ഓ, അങ്ങനെയുള്ളവർ ആരെങ്കിലും വന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. But the wrong time. How come this fellow comes so late? എന്നാൽ ഈ വ്യക്തി വളരെ താമസിച്ചു വരുന്നത് എന്താണ്? I looked in the street. ഞാൻ തെരുവിലേക്ക് നോക്കി. Nobody, everybody is sleeping deeply. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ആരെയും കാണാനില്ല. During that time, ആ സമയം the sound was inside my room. എന്റെ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, മകനെ ഞാൻ നിന്നെ I സ്നേഹിക്കുന്നു. looked around. I was only one in the room. ഞാൻ മാത്രമാണ് ആ മുറിയിലുള്ളത്. My son, I love you. എന്റെ മകനെ ഞാൻ നിന്നെ Hey, who സ്നേഹിക്കുന്നു. is this? ആരാണിത്? I was little afraid. ഞാൻ I ഭയപ്പെട്ടു. said, who are you? ആരാണ് നീ? The answer came. I never saw anybody, but the answer only ഞാനൊരു ശബ്ദം മാത്രമാണ് കേട്ടത്, ആരെയും കണ്ടില്ല. in front of me. എന്റെ മുമ്പിൽ. I am the same Jesus Yes. who died and rose again for you. നിനക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവാണ് ഞാൻ. I am the same Jesus. അതേ യേശുവാണ് ഞാൻ. I said, what? You are same Jesus? അതേ യേശുവാണെന്നാണ് പറഞ്ഞത്. Where were you when I was running to Tirupati? Yeah. When I was listening to Swami Chinmayananda meeting? When I went to all the Kribananda Varya, many meetings, where were you? I was searching for God. ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് തിരുമാനന്ദ സ്വാമികളുടെ ആണെങ്കിലും മറ്റ് അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും കടന്നു പോയപ്പോൾ അങ്ങ് എവിടെയായിരുന്നു? Why you didn't come and meet me? എന്തുകൊണ്ട് അങ്ങ് കടന്നു വന്ന് എന്നെ സന്ധിച്ചില്ല? He told me, my son, I am waiting for you. മകനെ, One day you will turn towards me. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നീ ഒരു ദിവസം എങ്കിലേക്ക് തിരിയും. I said, why you are loving me so much? എന്നെ എന്തുകൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കുന്നു? But the Lord told me He loves me so much. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. And He told me, my son, you repent. മകനെ, നീ അനുദപിക്കുക. I said, why? What I have done? ഞാൻ എന്താ തെറ്റിയത്? I have not done anything. Why I should repent? ഞാൻ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അനുദപിക്കാൻ തക്കവണ്ണം എന്ത് തെറ്റാണ് ചെയ്തത്? Then He opened up a screen and showed me who I am, what I have done. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആരാണെന്നുള്ള വിവരം ഒരു സ്ക്രീനിൽ എന്ന പോലെ എന്നെ കാണിച്ചു തന്നു. My own life I saw before my eyes. എന്റെ കണ്ണിന് മുമ്പേ എന്റെ ജീവിതത്തെ കാണുമ്പോൾ എനിക്കിടയായി. I was a sinner. I accepted. ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചു. I repented. ഞാൻ അനുദപിച്ചു. And received Jesus into my life. യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. And He made me a new man. അവൻ എന്നെ ക്രിസ്തുവിൽ പുതു മനുഷ്യനാക്കി തീർത്തു. That was the day I got my passport. അന്നാണ് എന്റെ പാസ്പോർട്ട് കിട്ടിയത്. My visa is ready already. എന്റെ വിസയും റെഡി ആയിട്ടുണ്ട്. My ticket also ready. ടിക്കറ്റും ശരിയായി കഴിഞ്ഞു. Any moment I can go for checkup. ഏത് നിമിഷവും എനിക്ക് ചെക്കപ്പിന് Any പോകാം. moment I can go for checkup. ഏത് നിമിഷവും എനിക്ക് ചെക്കപ്പിന് വേണ്ടി കടന്നു പോകാം. Security check. സെക്യൂരിറ്റി ചെക്ക്, Security check. സെക്യൂരിറ്റി ചെക്ക്, And immigration check. ഇമിഗ്രേഷൻ ചെക്ക്. I can get passed. എനിക്ക് പാസ്സാകാൻ കഴിയും. My clearance certificate is ready. എന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റെഡിയായി. The Lord blessed me കർത്താവിനെ അനുഗ്രഹിച്ചു. and blessing me in the ministry. കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. I have wife, എനിക്ക് ഭാര്യയുണ്ട്, 4 children, 4 കുട്ടികൾ, 11 grandchildren. 11 കുഞ്ഞുമക്കളുണ്ട്. The Lord abundantly blessed us and using us as your testimony. ഒരു സാക്ഷ്യം എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Now the problem is this. ഒരു പ്രശ്നമുണ്ട്. Do you have passport? പാസ്പോർട്ട് ഉണ്ടോ? Your family members have passport? നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ? Do you have a visa? നിങ്ങൾക്ക് വിസയുണ്ടോ? Do you have a ticket? ടിക്കറ്റ് ഉണ്ടോ? Do you have a right to go into the areas of clearance? ക്ലിയറൻസിന്റെ രംഗത്ത് കടന്നു Do you have a പോകാൻ clearance certificate? ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? Let the Lord check. കർത്താവ് നിങ്ങളെ പരിശോധിക്കട്ടെ. Let the Spirit of the Lord check and give you a report. അതെ, കർത്താവ് നിന്നെ പരിശോധിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകട്ടെ. We are going to finish. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. This part the Lord has been speaking to you through many verses. അനേക വാക്യങ്ങളിൽ കൂടെ വാക്യശകലങ്ങളിലൂടെ കർത്താവ് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു. The Lord has explained everything in detail. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് കർത്താവ് വിസ്തരിച്ച് പറഞ്ഞു. It is time for you to talk to God and settle your matter with God. അതെ, ഈ സമയം നിങ്ങൾ കർത്താവിനോട് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവുമായി ഉറപ്പാക്കേണ്ടത് ആവശ്യമായിരിക്കും. And if you are awakened, you have heard the word clearly,
you talk to God from now. തീർച്ചയായിട്ടും നിങ്ങൾ ഉണർന്നിരുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവുമായിട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കും. You must speak to God നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. concerning any matter that you heard today. നിങ്ങൾക്ക് കേട്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കർത്താവിനോട് The സംസാരിക്കണം. Lord will speak to you. കർത്താവ് നിങ്ങളോട് The സംസാരിക്കും. Lord will clear all your doubts. നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റി Answer every question. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി. This is the time for you to speak to God. ഈ സമയം കർത്താവിനോട് I സംസാരിക്കണം. request you, don't keep quiet. നിങ്ങൾ ശാന്തമായിട്ടിരിക്കരുത്, ദൈവത്തോട് Don't സംസാരിക്കണം. be silent. നിങ്ങൾ നിശബ്ദരായിരിക്കരുത്. Open your mouth and talk to നിങ്ങളുടെ God. വായ് തുറന്ന് കർത്താവിനോട് സംസാരിക്കണം. This is the time. Please speak to God. തീർച്ചയായിട്ടും ഈ സമയം കർത്താവിനോട് സംസാരിക്കണം. ഉറക്കെ പറയണം. നന്നായിട്ട് കർത്താവിനോട് പറയാം. Whatever you want to talk, you can talk to നിങ്ങൾ God. സംസാരിക്കേണ്ട കാര്യങ്ങൾ കർത്താവിനോട് പറയാം. Praise the Lord. Praise the Lord. Praise the Lord. Amen. ദൈവത്തോട് സംസാരിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ കണ്ണുനോക്കുവാൻ കർത്താവെ സഹായിക്കുമാറാക്കട്ടെ. ദൈവസത്യം കേൾക്കുവാൻ ഹൃദയം കഴിഞ്ഞു പോയ കാലങ്ങളിലെ കുറ്റങ്ങൾ കുറവുകൾ എല്ലാം ക്ഷമിക്കുമാറാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രാജാതിരാജാവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. അവിടുത്തെ വരവിന്റെ നാളുകൾ സമീപമായിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ കർത്താവെ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരുക്കുള്ളവരായി തീരുന്നതിന് വേണ്ടി ആളുകൾ വിശാലതയെ തട്ടിയെടുക്കുവാൻ ഇമിറ്റേറ്റ് ചെയ്യുവാൻ ഇടയാകുമെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പിതാവേ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കും ഞങ്ങളുടെ പാസ്പോർട്ടും വിസയും ഞങ്ങളുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കർത്താവ് ശരിയായിരിക്കുവാൻ ഞങ്ങൾ കർത്താവ് വരുമ്പോൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാൻ ഒരുക്കുള്ളവരായിരിക്കേണ്ടതിന് അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുവാനാകണം. യേശു സ്തോത്രം, യേശുവേ നന്ദി. രാജാവിനെ Amen. പ്രൈസ് Praise God. പ്രൈസ് ദി ലോർഡ്. God bless you. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.